ഗുഡ് മോർണിംഗ് എവരി വൺ. സോ ഞാൻ ബ്രാൻഡിങ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആർട്ട് ഓഫ് സയൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു ആംഗിളിൻ്റെ അപ്പുറത്ത് ഒരു സാഹിത്യം എങ്ങനെയാണ് കച്ചവടത്തെ സഹായിച്ചത്, അല്ലെങ്കിൽ കച്ചവടം എങ്ങനെയാണ് സാഹിത്യത്തെ സഹായിച്ചത്, അതെങ്ങനെയാണ് ഓരോ ദിവസവും ഇവോൾവ് ചെയ്യുന്നത് എന്നുള്ളതൊരു കോമൺ പേഴ്സ്പെക്റ്റീവിൽ പറയാനാണ് നോക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെപ്പോലെ തന്നെ ഒരു ലിറ്ററേച്ചർ വിദ്യാർത്ഥിയായിരുന്ന ഞാൻ കച്ചവടത്തെ അല്ലെങ്കിൽ വ്യവസായത്തെ അല്ലെങ്കിൽ ബിസിനസ്സിനെ നോക്കിക്കണ്ട ഒരു ആംഗിളിൽ നിന്ന് അടുത്ത 20 വർഷം ഇന്ത്യയിലെ പല പ്രമുഖ സ്ഥാപനങ്ങളുടെയും കൺസൾട്ടൻ്റായി വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും എങ്ങനെയാണ് അതിനോടുള്ള എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഓഫ് ബിസിനസ് ഹാസ് ബീൻ ഇവോൾവ്ഡ് എന്നുള്ളതാണ് സത്യത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കച്ചവടം കേരളത്തിൽ കാണുന്നത്, നമ്മളെങ്ങനെയാണ് കച്ചവടത്തെ കാണുന്നത്? കച്ചവടക്കാരൻ എന്ന് പറയുന്നത് കള്ളനാണ് എന്നുള്ളതാണ് കച്ചവടത്തെക്കുറിച്ചുള്ള കേരളത്തിലെ ആദ്യത്തെ ഒരു പേഴ്സ്പെക്റ്റീവ്. അങ്ങനെയാണ് നമ്മൾ കച്ചവടത്തെ അല്ലെങ്കിൽ ബിസിനസ്സിനെ കാണുക. പക്ഷേ വളരെ കോൺട്രഡിക്ടറി ആയിട്ട് ഇപ്പോൾ നമ്മളൊരു ലിറ്ററേച്ചർ സ്റ്റുഡൻസിനോട് കഴിഞ്ഞ 500 വർഷം, ഒരു ലാസ്റ്റ് 500 ഇയേഴ്സ് നിങ്ങൾ ബാക്കോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ലോകം മൊത്തമായി മാറി മറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണമായിട്ട് ചരിത്രകാരന്മാരും സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളും സാംസ്കാരിക ആളുകളും പറയുന്നത് പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ കണ്ടെത്തലാണ് എന്നുള്ളതാണ്. പക്ഷേ അതൊരു വലിയ കള്ളത്തരമാണ്. പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ കള്ളത്തരമല്ല, അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് പ്രസ് കണ്ടെത്തിയതല്ല, മത്തിക്കച്ചവടമാണ് കഴിഞ്ഞ 500 വർഷം കൊണ്ട് ലോകത്തെ മാറ്റിമറിച്ചത് എന്ന് വളരെ ചരിത്രപരമായ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മത്തിക്കച്ചവടം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. മത്തി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചാളയുടെ കച്ചവടമാണ് കഴിഞ്ഞ 500 വർഷം കൊണ്ട് ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ ടെക്നോളജി ട്രാൻസ്ഫറിൻ്റെയും എല്ലാ ഡിസ്കവറിയുടെയും നമ്മൾ കൊട്ടിഘോഷിക്കുന്ന റിനൈസൻസിൻ്റെയും കാരണം എന്നുള്ളത് ചരിത്രത്തെ വളരെ സൂക്ഷ്മമായിട്ട് വായിച്ചാൽ മനസ്സിലാവും. ഇതെങ്ങനെയാണ് എന്നുള്ളതാണ് ആക്ച്വലി എനിക്ക് പറഞ്ഞു തീർക്കേണ്ട ഒരേ ഒരു കാര്യം. ഒരു മത്തി വിൽക്കുക എന്നുള്ളത് ഇത്ര വലിയ കാര്യമാണ്. സത്യത്തിലൊരു മത്തി വിൽക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അത് നമ്മളുടെ ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യത്തിൻ്റെ ബുദ്ധിജീവി സ്വഭാവം കൊണ്ട് നമ്മളൊക്കെ ഭയങ്കര ബുദ്ധിജീവികളാണല്ലേ. നമ്മൾ ഈ ലിറ്ററേച്ചർ പഠിക്കുന്ന ആളുകളൊക്കെ നമ്മൾ ഷേക്സ്പിയറിനെ പഠിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ അതൊന്നും തന്നാൽ മതി, അത് തന്നാൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ബെറ്റർ. അപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് മത്തിക്കച്ചവടത്തെ നമ്മൾ ബുദ്ധിജീവികളായതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് സാഹിത്യവും ശാസ്ത്രവും സയൻസും ഒക്കെ വലിയ കാര്യമാവുകയും മത്തിക്കച്ചവടം വളരെ ചെറിയ കാര്യമാവുകയും ചെയ്തുകൊണ്ട് മത്തിക്കച്ചവടത്തിൻ്റെ പ്രാധാന്യം ചരിത്രത്തിൽ നിന്ന് ഇല്ലാതായിട്ടുണ്ട്. ഞാൻ ഈ സംഭവം ഇവിടെ ഇരിക്കുന്ന ഹിസ്റ്ററി ടീച്ചേഴ്സിനൊക്കെ എന്നെ ഒബ്ജക്റ്റ് ചെയ്യാം, പക്ഷേ ഐ വിൽ സ്റ്റാൻഡ് വിത്ത് മൈ പോയിന്റ് ടിൽ ദി എൻഡ് ഓഫ് ദിസ് ഡിസ്കഷൻ. ഐ ബിലീവ് ബിസിനസ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദൻ ലിറ്ററേച്ചർ, more important than science, more important than anything else in this world. നിങ്ങളൊരു ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അതിനെ ഒബ്ജക്റ്റ് ചെയ്യാം. പക്ഷേ എന്തുകൊണ്ട് മത്തിക്കച്ചവടം ഇന്നത്തെ ടെക്നോളജിക്കൽ റെവല്യൂഷനിലേക്ക് വന്നു എന്നുള്ളതിൻ്റെ ഒരു കഥ നമുക്ക് പറയാം. എങ്ങനെയാണ് ലോകത്ത് റിനൈസൻസ് ഉണ്ടാവുന്നത്? 15ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള റിനൈസൻസ് ആണ് സത്യത്തിൽ എന്ത് സംഭവിക്കുന്നത്? നമ്മളുടെ എല്ലാ മാറ്റങ്ങളുടെയും കാരണമായിട്ട് നമ്മൾ പറയാം അല്ലേ. ഇപ്പോൾ ഈ റിനൈസൻസ് ഒക്കെ നമ്മൾ ചരിത്രത്തിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ റിനൈസൻസിലേക്ക് എങ്ങനെ വന്നു? 15ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പ്രിൻസ് ഹെൻറി എന്ന് പറയുന്ന പോർച്ചുഗലിലെ ഒരു രാജകുടുംബത്തിൽ ജനിച്ച ഒരാൾ സ്വയം തീരുമാനിച്ചറിയാം. അയാൾ ഭയങ്കര പരാജയപ്പെട്ടൊരു മനുഷ്യനാണ്. അതായത് നമ്മളെപ്പോലെ തന്നെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ലാത്ത, കൊടുത്ത പണിയൊക്കെ മണ്ടത്തരം കാണിച്ച് പ്രോഫിറ്റബിൾ അല്ലാതെ നടത്തിക്കൊണ്ടുവന്ന ഒരു രാജകുമാരനാണ് ഈ പ്രിൻസ് ഹെൻറി എന്ന് പറയുന്ന പോർച്ചുഗലിലെ ആള്. അപ്പോൾ ഈ പുള്ളിനെ ഓരോ പണി ഏൽപ്പിക്കും, എല്ലാ പണിയും തോക്കും. ഓക്കെ, അങ്ങനെ ഒരു കാലത്ത് ഇയാളൊരു കപ്പൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈ പ്രിൻസ് ഹെൻറി പിന്നീട് പ്രിൻസ് ഹെൻറി ദി നാവിഗേറ്റർ എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പ്രിൻസ് ഹെൻറിക്ക് ഒരു പണി ഏൽപ്പിക്കാതെ വരികയും ഇയാൾക്ക് ആകെയുള്ള താല്പര്യം എക്സ്പ്ലോറേഷനാണ്. അങ്ങനെ ഇയാൾ അന്നത്തെ കപ്പലുകൾക്ക് ഭയങ്കര ഓവർ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ കപ്പലുകൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ കഴിയില്ല.
അങ്ങനെ ഈ പുള്ളി എന്തെന്ന് വെച്ചാൽ കപ്പലിൻ്റെ മുകളിൽ ഇന്നോവേഷൻ കൊണ്ടുവരാൻ തീരുമാനിച്ചു. കപ്പലുകളുടെ ഡിസൈൻ മാറ്റാൻ തീരുമാനിക്കും. കപ്പലുകളുടെ ഡിസൈൻ മാറ്റുമ്പോൾ ആ കാലം വരെയുള്ള കപ്പലുകളുടെ സെയില്, അതായത് പായ് കപ്പൽ എന്ന് പറയുന്ന ആ മുകളിലത്തെ സാധനത്തിന് സ്ക്വയറാണ് അതിൻ്റെ രൂപം. അപ്പോൾ ഈ സ്ക്വയർ വെച്ച് കഴിഞ്ഞാൽ വിൻഡിന് അഗെയിൻസ്റ്റ് പോകാൻ പറ്റില്ല. അങ്ങനെ ഈ സ്ക്വയർ മാറ്റി പുള്ളി അതിനിപ്പോൾ നമ്മൾ പായ്ക്കപ്പൽ കാണുന്ന ആ ഒരു പായ്ക്കപ്പലിൻ്റെ ഷേപ്പിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പുള്ളി ഈ ഡിസൈൻ മാറ്റി അന്ന് വരെ ഉണ്ടായിരുന്ന കപ്പലിൻ്റെ വെയിറ്റ് കുറച്ചു. എന്നിട്ട് പുള്ളി ഈ കപ്പലുമായിട്ട് ആഫ്രിക്കൻ തീരങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ആഫ്രിക്കൻ തീരങ്ങളിലേക്ക് യാത്ര ചെയ്ത പുള്ളിക്കുള്ള ഗുണം എന്താ? പുള്ളിയുടെ ലക്ഷ്യം വളരെ സിമ്പിളാണ്. ഇതിൻ്റെ എൻഡിൽ ഏത് കാര്യം നടത്തുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒരു കച്ചവട ലക്ഷ്യമുണ്ട്, ഒരു പ്രോഫിറ്റ് ലക്ഷ്യമുണ്ട്. ആഫ്രിക്കയിൽ പോയാൽ പണിയെടുക്കാൻ അടിമകളെ കിട്ടും. ഇതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ലോകത്തെ നന്നാക്കാനോ അല്ലെങ്കിൽ ഇവിടുന്ന് ലോകം മുഴുവൻ നന്നാക്കി ആഫ്രിക്ക കണ്ടെത്തിയത് കൊണ്ടോ വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഉണ്ടോ? വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്പൈസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ ഈ പുള്ളി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ പുള്ളി ഇങ്ങനെ കപ്പലിൻ്റെ രൂപഘടന മാറ്റി ആഫ്രിക്കൻ തീരത്ത് വരെ എത്തി. ഇങ്ങനെ കൊണ്ടുപോയ കച്ചവടക്കാരെ പല ഐലൻഡുകളും പിടിച്ചെടുത്ത് ആ ഐലൻഡുകളിൽ പണിയെടുപ്പിച്ച് പുള്ളി പ്രോഫിറ്റ് ഉണ്ടാക്കി. ഈ ഐലൻഡുകളിൽ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കച്ചവടക്കാരെ ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദി ഏജ് ഓഫ് ഡിസ്കവറി എന്ന് പറയുന്ന ഈ ഗ്രേറ്റ് എക്സ്പ്ലോറേഷൻ്റെ ഏജ് ഉണ്ടാവുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ മത്തിക്കച്ചവടം എവിടെ? ആക്ച്വലി ഇതിനുള്ള പൈസ, ഈ കപ്പൽ ഡിസൈൻ ചെയ്യാനും ഈ യാത്ര ചെയ്യാനും ഒക്കെ പൈസ കണ്ടെത്തിയത് അന്ന് സാർഡൈൻ ഫിഷിന്റെ മൊത്ത കച്ചവടം ഈ പ്രിൻസ് ഹെൻറിക്കായിരുന്നു. ഓഷനിലെ ആ ഏരിയയിലെ ഓഷനിൽ നിന്ന് പിടിക്കുന്ന ഏത് മത്തിയുടെ സാർഡൈൻ ഫിഷിന്റെ മൊത്ത കച്ചവടം ഈ പ്രിൻസ് ഹെൻറിയുടെ ആയിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ടാണ് പുള്ളി എന്ത് ചെയ്തത്? ഈ എക്സ്പ്ലോറേഷൻ മൊത്തം നടത്തിയത്, ഈ കപ്പൽ കണ്ടെത്തിയത്. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ ക്ലാസ്സുകളിൽ, നിങ്ങളിപ്പോൾ ഈ ക്ലാസ്സുകളിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് എന്നൊക്കെ എഴുതൂലേ, ഈ സംഭവം ആദ്യമായി തുടങ്ങുന്നത് ഈ പ്രിൻസ് ഹെൻറിയാണ്. പ്രിൻസ് ഹെൻറിയുടെ വൈഫിൻ്റെ വീട് ഒരു കോളേജ് ആക്കുകയും ആ കോളേജിൽ ലോകത്തുള്ള വിദഗ്ധരായ ടീച്ചേഴ്സിനെ വിളിക്കുകയും ഓരോ റൂമിനും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിട്ടിട്ട് ആ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പുറത്ത്, ഇപ്പം ലിറ്ററേച്ചർ ആണെങ്കിൽ ഷേക്സ്പിയറിന്റെ പടം വെക്കുന്ന പരിപാടി, ഇത് തുടങ്ങുന്നതൊക്കെ ഈ ഹെൻറിയാ. ഇത് അന്ന് ആ 15-ാം നൂറ്റാണ്ടിൽ പുള്ളിയുടെ വീടിരുന്ന അതേ സ്കൂളാണ് ഇന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ലിസ്ബൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ പുള്ളി പൈസ കണ്ടിട്ടുള്ളത് ഈ സാർഡൈൻ ഫിഷ് അല്ലെങ്കിൽ ചാള വിറ്റിട്ടുള്ള പൈസ കൊണ്ടാണ്. 1470-ലോ 64-ലോ 65-ലോ ഈ പ്രിൻസ് ഹെൻറി മരിച്ച ശേഷം പിന്നീട് നടന്നത് ലോകത്ത് വലിയ എക്സ്പ്ലോറേഷനാണ്. കൊളംബസ് അമേരിക്ക കണ്ടെത്തി. കൊളംബസ് കണ്ടെത്തി, അതിനു മുമ്പ് അമേരിക്ക അവിടെ തന്നെ ഉണ്ട്. വാസ്കോ ഡ ഗാമ എന്ത് കണ്ടെത്തി? ഇന്ത്യ കണ്ടെത്തി. അങ്ങനെ അവർ ലോകം മുഴുവൻ കണ്ടെത്തി. ഇവിടെ മുഴുവൻ കൊളോണലൈസേഷൻ ചെയ്തു. ഈ കൊളോണലൈസേഷന്റെ ഭാഗമായിട്ട് 1450-ൽ ഡെവലപ്പ് ചെയ്ത പ്രിന്റിംഗ് ടെക്നോളജി ലോകം മുഴുവൻ എത്തി. പ്രിന്റിംഗ് ടെക്നോളജി ലോകം മുഴുവൻ എത്തിയപ്പോൾ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റി. അമേരിക്കയിൽ കണ്ടെത്തുന്ന ഒരു കാര്യം പ്രിന്റ് ചെയ്ത് കേരളത്തിൽ എത്താൻ പറ്റി. അങ്ങനെ ആ ഒരു നൂറ്റാണ്ടിന് ശേഷം, 50 വർഷങ്ങൾക്ക് ശേഷം, 15-16 നൂറ്റാണ്ടുകളിൽ നമ്മൾ ചരിത്ര പുസ്തകത്തിൽ കെട്ടിഘോഷിക്കുന്ന റിനൈസൻസ് ആയി. അപ്പൊ റിനൈസൻസ് ഉണ്ടത് മത്തിക്കച്ചവടത്തിനല്ലേ? ഈ സാർഡൈൻ ഫിഷിന്റെ വിൽപ്പന പ്രിൻസ് ഹെൻറിക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ പുള്ളിക്ക് ആ കപ്പൽ ഉണ്ടാക്കാനും പറ്റില്ലായിരുന്നു. ആ കപ്പൽ വെച്ച് ഏഷ്യയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും എത്താനും പറ്റില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ റിനൈസൻസ് മിനിമം ഒരു 2 നൂറ്റാണ്ട് ബാക്കോട്ട് പോവുമായിരുന്നു. അങ്ങനെ 2 നൂറ്റാണ്ട് ബാക്കോട്ട് പോയിരുന്നെങ്കിൽ നമ്മൾ ഇപ്പൊ കാണുന്ന ഈ വളർച്ച ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് ഡൗട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിൽ പഠിച്ച എല്ലാ വാക്യങ്ങളും മാറ്റി എഴുതാൻ നിങ്ങളോട് ഓരോരുത്തരോട് ആവശ്യപ്പെടുകയാണ്. ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കച്ചവടമാണ്. നവോത്ഥാനമോ റിനൈസൻസോ പ്രിന്റിംഗ് പ്രസ്സോ അല്ല, മത്തിക്കച്ചവടമാണ് ഇന്ന് നമ്മൾ കാണുന്ന സകല വളർച്ചയുടെയും കാരണം. ഇതിന് നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ചെയ്യാം, പക്ഷെ ഇത് പറഞ്ഞു ജയിക്കാൻ പറ്റില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ബുദ്ധിജീവസത്തിന്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ്.
അതുകൊണ്ട് നമ്മൾ നവോത്ഥാനം വലിയ സംഭവം എന്ന് പറയും അല്ലേ. നമ്മൾ കച്ചവടക്കാരെ കള്ളന്മാരെന്നല്ലേ വിളിക്കുക. ഇത് ഇന്നും ഒന്നെല്ലാം തുടങ്ങിയ സ്വഭാവമൊന്നുമില്ല. നമ്മുടെ ചരിത്രകാരന്മാരുടെ ഒരു ഗുണം അതാണ്. നമ്മളെല്ലാത്തിനെയും എന്തിനേയും ലോകത്തെ എല്ലാ കാര്യവും ഉണ്ടായിട്ടുള്ള കച്ചവടത്തിനാണ് അല്ലേ. സിൽക്ക് റൂട്ട് 15 നൂറ്റാണ്ടിൽ സിൽക്ക് റൂട്ടിലൂടെയാണ് മതങ്ങൾ ലോകത്ത് ബുദ്ധമതം പ്രചരിപ്പിക്കപ്പെട്ടത്. അങ്ങനെയാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പ്രിൻസ് ഹെൻറി ക്രിസ്തു മതത്തെ പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ മതമായിട്ട്. ഈ എന്തിനാണ് ആക്ച്വലി ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചെന്നുള്ളൊരു കഥയുണ്ട്. ക്രിസ്തുമതം പ്രചരിപ്പിക്കണമെന്ന് താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല. ഓക്കെ, പുള്ളി വലിയ മതവിശ്വാസിയായിരുന്നു, അത് വേറെ കാര്യം. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിൽ ഈ വാസ്കോഡഗാമയൊക്കെ അവിടെ നിന്ന് പുറപ്പെട്ടാൽ ഇവിടെ എത്തുമ്പോൾ എത്ര ടൈം എടുക്കും? വർഷങ്ങളെടുക്കും. അവിടുന്ന് ഇറങ്ങി ഇവിടെ എത്തുമ്പോൾ ഇന്നത്തെ പോലെ 12 മണിക്കൂർ കൊണ്ട് അമേരിക്കയിൽ എത്താൻ പറ്റില്ല. പിന്നെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചാലും മാനസിക രോഗം വരും. ആർക്ക്? ഈ വണ്ടിയിലുള്ള ആളുകൾക്ക് മാനസിക രോഗം വരുമ്പോൾ ഇവരെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടി കൂടെ കൂട്ടിയ പ്രീസ്റ്റുമാരാണ്. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന മതപ്രചരണത്തിന് ഇവരെ കൂടെ കൂട്ടിയൊന്നല്ല. ഈ വണ്ടിക്കുള്ള അടി ഉണ്ടാവുമ്പോൾ ഇവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ കുറച്ച് ദേ ആർ ഓൾ സൈക്കോളജിസ്റ്റ് അല്ലേ. ഈ പ്രീസ്റ്റുമാരൊക്കെ നല്ല സൈക്കോളജിസ്റ്റുകളാണ്. അപ്പൊ ഇവർ ഈ വണ്ടിക്കുള്ളിൽ ഉണ്ടാവുന്ന കലാപങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ തോക്ക് പിടിച്ച് 2 സൈനികരുണ്ട്, മറ്റേ സൈഡിൽ ഈ പറയുന്ന പ്രീസ്റ്റുമാരും സന്യാസികളും ഉണ്ട്. അങ്ങനെ കൂടെ കൂട്ടി. അപ്പൊ ഇതൊക്കെ കച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ് ലോകത്ത് എല്ലാ മാറ്റങ്ങളും ഉണ്ടായിട്ടുള്ളത്. അത് അംഗീകരിക്കാൻ അങ്ങനെ തന്നെയാണ് സാഹിത്യവും വളർന്നിട്ടുള്ളത്. ഈ കച്ചവടത്തിനെ മറപറ്റിയിട്ട് വന്നിട്ടുള്ള പ്രിന്റിംഗ് പ്രസ്സിൽ ബുക്കുകൾ അടിച്ചിട്ടാണ് ലോകത്ത് ഭാഷ വളർന്നത്, സാഹിത്യം വളരുന്നത് ഇല്ലേ. അപ്പൊ അങ്ങനെ നോക്കിയാൽ നമ്മൾ സാഹിത്യത്തെ വ്യാപാരം അല്ലെങ്കിൽ ട്രേഡ് എന്ന് പറയുന്ന സാംസ്കാരികമായ ഒരു വിനിമയത്തിന് കാരണമാവുന്നുണ്ട്. അപ്പൊ ഈ സാഹിത്യത്തിൽ ഏറ്റവും ക്രിട്ടിക്കലായ സാഹിത്യം എന്ന് പറയുന്നത് ദി ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും വിപുലമായിട്ടും സുന്ദരമായിട്ടും യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് കച്ചവടത്തെ വളർത്താനാണ് അല്ലേ. ഈ ഭാഗമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം നമുക്ക് പനാമ കനാൽ ഒരു ദിവസം ബ്ലോക്കായി. എല്ലാവർക്കും അറിയാവുന്ന എൻ്റെ വിശ്വാസം, പനാമ ബ്ലോക്കായി അല്ലേ. ഈ പനാമ കനാൽ എന്താണെന്നറിയോ? ഈ പനാമ കനാൽ എന്താണെന്ന് അവർക്കറിയാം? ഇത് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈ പനാമ കനാൽ എന്താണ്? എനിബഡി എ വൈൽഡ് ഗസ്? ഈ പനാമ കനാൽ ബ്ലോക്കായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ തക്കാളിയുടെ വില കൂടും. വളരെ സിമ്പിളാണ്. പനാമ കനാലിൽ എന്ത് സംഭവിച്ചാലും തക്കാളിയുടെ വില കൂടും. തക്കാളി മാത്രമല്ല, നമ്മൾ വാങ്ങി കഴിക്കുന്ന എല്ലാ സാധനത്തിൻ്റെ വില കൂടും. ഇപ്പം സൽമാൻ റഷ്ദിയുടെ പുസ്തകം നിരോധിച്ചുകൊണ്ട് ഇവിടെ തക്കാളിയുടെ വില കൂടുമോ? ഒന്നും സംഭവിക്കില്ല. ഷേക്സ്പിയറിന്റെ പുസ്തകം ഇറങ്ങിയില്ല എന്ന് കേരളത്തിൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ പനാമ കനാൽ 2 ദിവസം ബ്ലോക്ക് ആയാൽ എന്ത് സംഭവിക്കും? തക്കാളിയുടെ വില കൂടും, പെട്രോളിന്റെ വില കൂടും, ലോകത്തുള്ള സകല സാധനത്തിന്റെ വില കൂടും. ഈ പനാമ കനാല് എന്ന് പറയുന്നത് ഒരു കനാലും അല്ല, ഒരു കടലും അല്ല. ആണോ? പനാമ കനാൽ ഒരു അണക്കെട്ടാണ്. ഈ അണക്കെട്ടിന് മാത്രമുള്ള പ്രത്യേകത, പനാമ കനാല് എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ മുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ലോകത്ത് ഒരേ ഒരു അണക്കെട്ടാണ്. മനുഷ്യന്റെ ബുദ്ധി നോക്കണേ. ഈ പനാമ കനാൽ എന്തിനുണ്ടാക്കിയെന്ന് വെച്ചാൽ, പനാമ കനാൽ ഇല്ലെങ്കിൽ പസഫിക് അറ്റ്ലാന്റിക് ഓഷന്റെ ഇടയ്ക്കുള്ള ദൂരം ഒരു 200 ദിവസം കൂടും, ചുറ്റി വരണം. അപ്പൊ ഈ ചുറ്റിൽ കൊടുക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് കട്ടിലൂടെ ഉള്ളിലേക്ക് കയറാം. അപ്പൊ എന്ത് സംഭവിക്കുക? ഒരു കപ്പല് വളരെ എളുപ്പത്തിൽ എവിടെ എത്തും? ഈ 2 കൺട്രികൾ ക്രോസ് ചെയ്യും. നിന്ന് പോയാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ചുറ്റണം. ചുറ്റി താഴേക്കൂടെ വന്ന്, നിങ്ങൾ ലോകമാപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ താഴേക്കൂടെ വന്ന് മുകളിലെത്തുമ്പോഴേക്കും ഒരു ദിവസം കൂടുതൽ എടുക്കും. എന്ത് സംഭവിക്കുക വെച്ചാൽ, ഈ ഷിപ്പിന്റെ റെന്റ് കൂടും. കുറെ തക്കാളി കേട്ടും. അപ്പൊ എന്ത് സംഭവിക്കും? തക്കാളിയുടെ വില നാട്ടിൽ കൂടും അല്ലേ. ഈ വളരെ രസകരമായ ഒരു കാര്യമാണ്. നമ്മൾ ഒരു യുദ്ധം നടക്കുന്നു, ഇസ്രായേലും പലസ്തീനും തമ്മിൽ യുദ്ധം നടക്കുന്നു. എന്താ സംഭവിക്കുക എന്നറിയാം? ഇസ്രായേലും പലസ്തീനും തമ്മിൽ യുദ്ധം നടന്നാൽ എന്താ സംഭവിക്കുക? ഇസ്രായേലും പലസ്തീനും തമ്മിൽ യുദ്ധം നടന്നാൽ എന്താ സംഭവിക്കുക? കുറെ ഇസ്രായേലികൾ മരിക്കും, കുറെ പലസ്തീൻകാരും മരിക്കും. അത്രയേ ഉള്ളൂ. പറഞ്ഞോ?
ഇവിടെ ഞാൻ പിന്നെ സാറൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് എന്തും പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നവോത്ഥാനത്തെക്കാൾ വലുതാണ് മത്തിക്കച്ചവടം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അപ്പൊ അതിലും വലുതൊന്നും ഇനി പറയാനില്ലല്ലോ. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇസ്രായേലും പലസ്തീനും തമ്മിൽ യുദ്ധം നടന്നാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ കടൽ കൊള്ള കൂടും. കാരണം യുദ്ധം നടക്കുമ്പോൾ ആർമിയുടെ ശ്രദ്ധ മൊത്തം കരയിൽ യുദ്ധത്തിലേക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും കടലില് കൊള്ളക്കാരുടെ എണ്ണം കൂടും. ഈ സൊമാലി പൈറേറ്റ്സ് എന്നൊക്കെ പറയുന്ന സാധനം. അപ്പൊ ഈ കടൽ കൊള്ളക്കാരുടെ അപകടം കൂടിക്കഴിഞ്ഞാൽ അവർ ആ റീജിയനിലൂടെ കപ്പലുകളൊന്നും വരില്ല. ഈ കപ്പലുകളൊക്കെ വേറെ വഴിക്ക് നേരെ ചുറ്റിയ വരിക. എളുപ്പത്തിൽ സ്ഥലം ഇന്ത്യൻ ഓഷനിൽ കപ്പലിന് ഏറ്റവും എളുപ്പത്തിൽ വരാൻ പറ്റുക ഈ റൂട്ടിലൂടെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കപ്പലുകളൊക്കെ നേരെ തിരിഞ്ഞു പോകും. അപ്പൊ എന്ത് സംഭവിക്കും? പറഞ്ഞ പോലെ സാധനങ്ങളുടെ കൂടും. അപ്പം നടക്കുമ്പോൾ ആക്ച്വലി സംഭവിക്കുക അവിടുത്തെ നമ്മുടെയൊക്കെ നാട്ടിലെ പ്രൈസ് കൂടുന്നതിന്റെ കാരണം ഈ കച്ചവടത്തിന്റെ റൂട്ട് അടയുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ലോകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കച്ചവടമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ ക്ലാസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു സാഹിത്യത്തെയോ വേറെ ഒന്നിനെയും കച്ചവടത്തിന് മുകളിൽ വെക്കില്ല. ഈ നരിക്കുനിക്കൊരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരുടെ വീടുള്ള സ്ഥലങ്ങളിലൊന്ന് നരിക്കുനിയാണ്. വളരെ പ്രസിദ്ധരായ പല ബ്രാൻഡുകളുടെയും ഓണേഴ്സ് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നരിക്കുനി. എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. വളരെ ഫേമസ് ആയില്ല, കേരളത്തിലെ വളരെ ഫേമസ് ആയ ബ്രാൻഡുകളുടെ പലതിൻ്റെയും ഓണേഴ്സിന് സ്വന്തമായി വീടുള്ള, കേരളത്തിൽ മാത്രമല്ല, ഒരു 10-15 വർഷം മുമ്പ് മെഴ്സിഡസ് ബെൻസ് ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന കാലത്ത് എനിക്കൊരു അസൈൻമെന്റ് കിട്ടി, ഒരാളെ ഇന്റർവ്യൂ ചെയ്യണം. അങ്ങനെ ഞാൻ അയാളുടെ അഡ്രസ്സ് എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ ഞെട്ടി. നരിക്കുനി എന്നാണ് സ്ഥലം. അപ്പൊ അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കേരളത്തിൽ അന്ന് വന്നിട്ട് കുറച്ചു കാലേ ആയിട്ടുള്ളൂ. നരിക്കുനി എനിക്കറിയില്ല. അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ എടുത്ത് നരിക്കുനി വന്ന് അയാളെ ഇന്റർവ്യൂ ചെയ്ത്. കേരളത്തിൽ എനിക്ക് അയാളെ ഒരു തരത്തിലുള്ള പരിചയമില്ല. അപ്പൊ ഈ ബെൻസ് ഏറ്റവും കൂടുതൽ ബെൻസ് വാങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ ആളുകളിൽ ഒരാളാണ് ഈ ആള്. അതുകൊണ്ടാണ് ബെൻസിനോട് ഇയാളെ ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞത്. അന്ന് ഞാനിവിടെ വരുമ്പോൾ നരിക്കുനി എവിടെയാണെന്ന് ഇപ്പം എനിക്ക് ഓർമ്മയില്ല. അയാളുടെ ഗാരേജിൽ ഏകദേശം 32 ലക്ഷറി കാറുണ്ട്. അയാൾക്ക് ഇന്ത്യയിൽ ഒരു ബിസിനസ്സും ഇല്ല. 32 ലക്ഷറി കാറ്. അന്ന് എനിക്ക് തോന്നുന്നത് മെയ്ബാൻ്റെ ഏറ്റവും പുതിയ എഡിഷനാണ് പുള്ളി അന്ന് ബെൻസ് എന്ന് വാങ്ങിയത്. പക്ഷെ അതിന് മുമ്പ് പുള്ളി 32 വേറെ കാറ് വാങ്ങിയിട്ടുണ്ട്. പുള്ളിയുടെ പോർഷ ഉണ്ട്, ഫെറാരി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം നരിക്കുനി വരുന്നത്. അത്ര വലിയ സ്ഥലമാണ് നരിക്കുനി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നരിക്കുനിയിൽ മൈജി ഷാജിഖാൻ്റെ ഒക്കെ സ്വന്തം സ്ഥലമാണ്. അതാണ് എന്നെ സംബന്ധിച്ച് നരിക്കുനി എന്ന് പറയാം. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ഇതിനുണ്ട്. ഇനി ലിറ്ററേച്ചർ സ്റ്റുഡൻസ് എന്നുള്ള നിലയിൽ സാഹിത്യത്തെക്കാൾ പഴക്കമുള്ള ഒരു എഴുത്ത് മോഡലാണ് കമ്മ്യൂണിക്കേഷൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് പറയുമ്പോഴും ഏത് കാര്യം ജീവിതത്തിൽ ആദ്യമായൊരു വാട്ടർ സംവിധാനത്തിൽ ഒരാൾ വേറൊരാൾക്കൊരു സാധനം വിട്ടപ്പോഴും അവിടെ എന്തുണ്ട്? കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ്റെ മാത്രം ഒരു പ്രത്യേകത, ഈ എഴുത്തുകാരൻ്റെ ഒരു സ്വാതന്ത്ര്യം ഞങ്ങളെപ്പോലുള്ള കൊമേഴ്ഷ്യൽ ആർട്ടുകാർക്കില്ല എന്നുള്ളതാണ്. ഈ എഴുത്തുകാർക്ക് ഭയങ്കര സുഖമുണ്ട് അല്ലേ? ഭയങ്കര സുഖാ. എഴുതിയിട്ട് ആള് വായിച്ചാലും വായിച്ചില്ലെങ്കിലും ആർക്കും നഷ്ടമില്ല, ആർക്കും വലിയ നഷ്ടമില്ല. ഒരു പുസ്തകം ഇറക്കി ഒരു 50,000 രൂപ സ്പെൻഡ് ഉണ്ടാവും. ആ പുസ്തകം ആരും വായിച്ചില്ലെങ്കിലും പോവുക 50,000 രൂപയാണ്. വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു ബ്രാൻഡിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ആ ബ്രാൻഡ് സ്പെൻഡ് ചെയ്യും 200 കോടി രൂപയായിരിക്കും ആ ബ്രാൻഡ് ആ പരസ്യത്തിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യുക. ആ 200 കോടി രൂപ സ്പെൻഡ് ചെയ്തിട്ട് ഒരു 35,000 കോടി രൂപയായിരിക്കും അവരതിൽ ഒരു ടേൺ ഓവർ ചിന്തിക്കുക. ഞാനൊരു സിമ്പിൾ അസംഷൻ പറയാം. അപ്പൊ ഈ പരസ്യം 35,000 കോടി രൂപ ബിസിനസ് കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് പരാജയമാണ്. എന്ത് സംഭവിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബിസിനസ് കൊണ്ടുവന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ഒരു കമ്പനി, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഒരു 25,000 30,000 എംപ്ലോയീസ് ഉണ്ടാവും. ഈ കമ്പനി നഷ്ടത്തിലായ ആദ്യം എന്താ ചെയ്യുക? മുതലാളിക്ക് നഷ്ടം വളരെ ചുരുക്കമായിരിക്കും. ആദ്യം ജോലി പോവുക, ഈ 25,000 പറഞ്ഞു വിടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുക, അല്ലേ? 25,000 പേരെ പറഞ്ഞു വിടുമ്പം 25,000 × 5 1.5 ലക്ഷം ആളുകളുടെ ജീവിതത്തെ ഡയറക്റ്റ് ബാധിക്കും. സോ ഒരു ബിസിനസ്സിന് നമ്മൾ
സാധനം ചെയ്യുമ്പോൾ, ഒരു ആർട്ട് ചെയ്യുമ്പോൾ, നമ്മളൊരു പരസ്യം ചെയ്യുമ്പോൾ ആ ബിസിനസ്സിലുള്ള 25,000 ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന 25,000 പേര് അതിനെ മുകളിൽ ഇമ്പാക്ട് ചെയ്യപ്പെടാം. അപ്പോൾ ഒരു പരസ്യം എഴുതിയിട്ട് ഒരു കവിത എഴുതുന്ന പോലെ ഒരു കവിത എഴുതി പ്രസിദ്ധീകരിച്ച ആളുകൾ വായിച്ചാലും വായിച്ചില്ലെങ്കിലും എന്ന് പറയുന്ന ഒരു കൊമേഴ്ഷ്യൽ ആർട്ട് എന്ന ഒരാൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അതാണ് ആ ജോലിയെ സത്യത്തിൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതും ആ ജോലിക്ക് വലിയ ശമ്പളം കിട്ടാനുള്ള ഒരു കാരണം അവിടെ റെസ്പോൺസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഒരു കൊമേഴ്ഷ്യൽ റൈറ്റർ എന്ന് പറയുന്നത് ഹൈലി ആയിട്ടുള്ള ഒരു ജോബാണ്. ഫ്രം എ ജോബ് ആസ്പെക്ട് പറയുകയാണെങ്കിൽ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പം ഞാനിത് വളരെ സിമ്പിളായിട്ട് പറയാം. ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം, ഷേക്സ്പിയറിന്റെ ഒരു പുസ്തകം വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയ എത്ര പേര് ഇവിടെ ഉണ്ട്? ഹാംലെറ്റ് വായിച്ചാൽ മനസ്സിലാകുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? കൈവക്കാം. നിങ്ങൾ ലിറ്ററേച്ചർ പഠിച്ച ആളുകളാണ്. ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് വായിച്ചിട്ട് പൂർണ്ണമായി മനസ്സിലാക്കാമെന്ന് കോൺഫിഡൻസ് ഉള്ള എത്ര പേര് ഇവിടെ ഉണ്ട്? അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി എക്സാമ്പിൾ പറയാം. യൂളിസസ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? ഇപ്പൊ നിങ്ങൾക്ക് അറിയോന്നറിയില്ല, സാമുവൽ ബെക്കറ്റിന്റെ നാടകം ആദ്യമായിട്ട് കളിച്ച കഥ അറിയോ? സാമുവൽ ബെക്കറ്റ് ആരാന്നറിയാലോ അല്ലെ? അറിയോ? സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ, ഇവിടെ എല്ലാവരും ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആണെന്നാണ് ഒരു പരിധി വരെ ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ ആദ്യമായിട്ട് ഒരു തിയേറ്ററിൽ കളിക്കുമ്പോൾ ഒറ്റ ആൾക്ക് പോലും കാര്യം മനസ്സിലായില്ല. ഒറ്റ ആൾക്ക് പോലും മനസ്സിലാവുന്നില്ല. ഇതെന്താ സംഭവം എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. വെയിറ്റിംഗ് ഫോർ ഗോദോയിൽ എന്താ സംഭവിക്കുന്നത്? വെയിറ്റിംഗ് ഫോർ ദ ഗോദോയിൽ 2 പേര് നിൽക്കുന്നു, ബാക്കിൽ ഒരു മരമുണ്ട്. ഈ 2 പേരും തമ്മിൽ ഒരർത്ഥവുമില്ലാത്ത, പരസ്പരം കണക്റ്റഡ് അല്ലാത്ത എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, സെക്കൻഡ് ഹാഫ് കഴിഞ്ഞു, ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. 2 പേര് സംസാരിച്ചുകൊണ്ടേ നിൽക്കുന്നു. ഒരാൾക്കും ഇത് കണ്ടിട്ടൊരു അന്തവും കുന്തവും തിരിയുന്നില്ല അല്ലേ? അപ്പൊ ഇത് കഴിഞ്ഞ് സാമുവൽ ബെക്കറ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാല് ഈ നാടകം കൊണ്ടുപോയിട്ടൊരു മെന്റൽ ഹോസ്പിറ്റലിൽ കളിച്ചു. ഈ വെയിറ്റിംഗ് ഫോർ ഗോദോ കൊണ്ടുപോയിട്ടൊരു മെന്റൽ ഹോസ്പിറ്റലിൽ കളിച്ചപ്പോൾ വമ്പം കയ്യടി. ബുദ്ധിയില്ലാത്തൊരു കാര്യം പെട്ടെന്ന് മനസ്സിലായി. ബുദ്ധിയുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ലല്ലോ. അങ്ങനെയാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ ലോകത്തെ സർറിയലിസത്തിന് തുടക്കമെന്ന് നമ്മൾ വിളിക്കുന്ന വെയിറ്റിംഗ് ഫോർ ഗോദോ ലോകം ശ്രദ്ധിക്കാൻ കാരണം. അന്ന് മെന്റൽ ഹോസ്പിറ്റലിൽ കളിച്ചില്ല, കഴിഞ്ഞ്. അതുകൊണ്ട് ആർക്കും മനസ്സിലാവാത്തോണ്ട് വെയിറ്റിംഗ് ഫോർ ഗോദോ മോശം വർക്കായില്ല. ആയോ? സാൽവദോർ ദാലി പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ, ഈ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ വരയ്ക്കുന്ന സമയത്ത് എന്തായിരുന്നു അറിയില്ല, സാൽവദോർ ദാലിക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. സാൽവദോർ ദാലി നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ പോലെ സർറിയലിസ്റ്റ് ആർട്ടിന്റെ ലോകത്തെ ഏറ്റവും വലിയ വക്താവായിരുന്നു ആര്? സാൽവദോർ ദാലി. അപ്പൊ ഈ സാൽവദോർ ദാലിയുടെ പ്രസിദ്ധമായ ചിത്രം പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് അലക്കി ഉണക്കാനിട്ട കുറച്ച് ക്ലോക്കുകളാണ് ഈ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന ചിത്രം. എന്താണ് അതിന്റെ വലിയ അർത്ഥം എന്ന്? അപ്പൊ ഈ സാൽവദോർ ദാലിക്ക് ഒരു പ്രശ്നമുള്ളത്, പുള്ളിക്ക് പ്രാന്ത് പിടിച്ചാൽ പുള്ളി ഒരു കാര്യം ചെയ്യും. ഫുള്ള് നഗ്നനായിട്ട് മേത്ത് മത്സ്യ എണ്ണ തേച്ച് കടൽ കിടക്കും. ഫുള്ള് നഗ്നനായി മേത്ത് ഫിഷ് എണ്ണ തേച്ചിട്ട് കടൽ തീരത്ത് പോയിട്ട് പുള്ളി കിടക്കും. എന്താ സംഭവിക്കുക? എനി ഗസ്? കാക്കകൾ വന്നിട്ട് കൊത്തും. സ്വാഭാവികമായിട്ട് ഇത് മത്സ്യ എണ്ണയാണല്ലോ, മത്സ്യത്തിന്റെ മണം വരും, കാക്ക വന്ന് കൊത്തും. അപ്പൊ ഈ കൊത്തുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, കൈൻഡ് ഓഫ് എ മസോക്കിസ്റ്റ്, സ്വയം വേദനിക്കുന്നതിന്റെ ഒരു ആഹ്ലാദം. ഈ ആഹ്ലാദത്തിലാണ് പുള്ളി എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ കാണുന്ന സാൽവദോർ ദാലിയുടെ സർറിയലിസ്റ്റ് ആർട്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സമയമെടുക്കും. ഇതേ കാലഘട്ടത്തിലാണ് ഐൻസ്റ്റീൻ റിലേറ്റിവിറ്റി ഓഫ് തിയറി പറയുന്നത്. റിലേറ്റിവിറ്റി തിയറി എന്താണ് എന്ന് ഐൻസ്റ്റീൻ്റെ നെറ്റ്ഫ്ലിക്സിൽ ഐൻസ്റ്റീൻ്റെ ഒരു ആത്മകഥയുണ്ട്, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയത്. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ ഈ റിലേറ്റിവിറ്റി തിയറിയുടെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം ആര് പ്രസിദ്ധീകരിച്ചു? അക്കാദമിക് ആർട്ടിക്കിൾ ആര് പ്രസിദ്ധീകരിച്ചു? ഐൻസ്റ്റീൻ പ്രസിദ്ധീകരിച്ചു. ഇതൊക്കെ ഉണ്ട് ഐൻസ്റ്റീൻ ഭയങ്കര ഗംഭീര പ്രസംഗം. ഇതൊക്കെ ആയിട്ട് പുറത്തു പോകുമ്പോൾ ഒരാൾ ചോദിച്ചു, അല്ല സാർ എനിക്കിതൊന്നും മനസ്സിലായില്ല,
സാറ് വലിയ സംഭവമൊക്കെ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ആരോട് ചോദിച്ചു? ഐൻസ്റ്റീനോട് ചോദിച്ചു. അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞതാണ് ലോകത്തെ ഏറ്റവും നല്ല ക്ലാസിക്കൽ അഡ്വർടൈസ്മെന്റ്. ഐൻസ്റ്റീൻ പറഞ്ഞു, ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ മണിക്കൂറുകളെ മിനിറ്റുകളായി തോന്നും. ചുട്ടുപൊള്ളുന്ന ഒരു ദോശ അടുപ്പിന്റെ മുകളിലിരിക്കുമ്പോൾ മിനിറ്റുകൾ മണിക്കൂറുകളായി തോന്നും. ഇതാണ് റിലേറ്റിവിറ്റി. ഈ റിലേറ്റിവിറ്റിയാണ് ആര് ചെയ്തത്? സാൽവദോർ ദാലി മറ്റേ ക്ലോക്ക് ചൂടാക്കിയിട്ട് അലക്കാനിട്ട ക്ലോക്ക് എവിടെ ഇട്ടത്? ഇതിന്റെ മുകളിലിട്ട്. ഇത് രണ്ടും ഒരേ സാധനമാണ്. ഈ പിക്കാസോയുടെ ക്യൂബിസം വരുന്നത് ലോകത്ത് യുദ്ധമുണ്ടായ 2ാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ യുദ്ധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ചിത്രം വരയ്ക്കുമ്പോൾ ക്യൂബിസം ഇവോൾവ് ചെയ്യുമ്പോൾ പുള്ളിക്ക് എങ്ങനെ അങ്ങനെ ഒരു ചിത്രം ഇമാജിൻ ചെയ്യാൻ പറ്റി? ഇതിനെക്കുറിച്ച് പിന്നീട് സയന്റിസ്റ്റുകൾ പറഞ്ഞത് എന്താണെന്നറിയോ? പുള്ളിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു എന്നാ. മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ കാഴ്ച സ്പ്ലിറ്റ് ആയിട്ടാണ് കാണാം. ആർക്കെങ്കിലും മൈഗ്രെയിൻ ഉണ്ട് അറിയാം, മൈഗ്രെയിൻ്റെ എക്സ്ട്രീമിലെത്തുമ്പോൾ കാഴ്ച സ്പ്ലിറ്റ് ആവും. അപ്പോൾ പുള്ളിക്ക് മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അതാണ് ക്യൂബിസം എന്നാ പറഞ്ഞത്. അറിയില്ല, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത്, ഈ ലോകത്ത് ബാക്കിയുള്ളവർ പറഞ്ഞത് മുഴുവൻ ഞാൻ വിശ്വസിക്കണം എന്നൊരു നിയമവും ഇല്ല. നവോത്ഥാനത്തെക്കാൾ വലുതാണ് മത്തിക്കച്ചവടം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ്. ബാക്കിയുള്ളവരിപ്പം നിങ്ങളുടെ കോളേജിൽ സാറ് പഠിപ്പിച്ച മുഴുവൻ ശരിയെന്ന് വിശ്വസിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. ഉണ്ടോ? എനിക്കൊരാവശ്യമില്ല. എനിക്ക് എൻ്റെ രീതിയിൽ ചിന്തിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് 14 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായി ഒരു കാര്യത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റുവാണെങ്കിൽ അത് ക്രിയേറ്റിവിറ്റി. പക്ഷെ സാൽവദോർ ദാലി ചെയ്തതുപോലെ ആർക്കും മനസ്സിലാവാത്തൊരു സാധനം കൊമേഴ്ഷ്യൽ ആർട്ടിൽ നടക്കുമോ? നടക്കില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ, ഞാനൊരു സാധനം വിൽക്കാനാണ് പരസ്യം ചെയ്യുന്നത്, അല്ലേ? എനിക്കൊരു സാധനം വിറ്റേ പറ്റുള്ളൂ. എനിക്ക് ബുദ്ധിജീവി സാധനമൊക്കെ അറിയാം. നിങ്ങൾ മുറക്കാമി എഴുതുന്ന നോവലുകൾ അറിയാം, എനിക്ക് ഷേക്സ്പിയറിനെ അറിയാം, എനിക്ക് ഐൻസ്റ്റീനെ അറിയാം, എനിക്ക് ചരിത്രം അറിയാം. പക്ഷെ ഇതൊന്നും എൻ്റെ പണിക്ക് സഹായിക്കൂല. കാരണം ഞാനിത് എഴുതിയാൽ കേരളത്തിൽ ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ഒരു ഇറ്റാലിയൻ ടൈൽ കമ്പനി എൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്കൊരു പരസ്യം വേണം എന്ന് പറയുമ്പോൾ ഇനി എല്ലാ തറകളും നന്നാവും എന്ന് ഞാൻ എഴുതിയത്. അതിൽ പിന്നെ എല്ലാവർക്കും അറിയാം, തറയാന്ന് എല്ലാവർക്കും അറിയാം. ഇനി ഞാനൊരു തറയാണെന്ന് അറിയാത്ത ഒരാളുമില്ല, അല്ലേ? സ്വയം ഉള്ളിൽ നമ്മളൊരു തറയാണോ എന്ന് പേടിക്കുന്ന ഓരോ ആളുകളോടും നമ്മൾ ചോദിക്കുകയാണ്, ഇനി എല്ലാ തറകളും നന്നാവും, പേടിക്കണ്ട, നിങ്ങളൊരു തറയാണെങ്കിലും നിങ്ങൾ ഈ ഇറ്റാലിയൻ മാർബിൾ വാങ്ങിയാൽ നിങ്ങൾ നന്നാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നൊരു ഹോപ്പ് നമ്മൾ ആൾക്ക് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സാൽവദോർ ദാലിയോ ഷേക്സ്പിയറോ ഒന്നും പറയാൻ പറ്റാത്ത തരത്തിൽ ഒരു സാധാരണക്കാരനോട് സംവദിക്കുക എന്നുള്ളതാണ് ഒരു അഡ്വർടൈസിങ് കോപ്പി റൈറ്റിങ്ങിൻ്റെയോ കൊമേഴ്ഷ്യൽ ആർട്ടിൻ്റെയോ വ്യത്യാസം. നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് ഒരാളോട് സംസാരിക്കാൻ പറ്റണം. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണോ ഭയങ്കര എളുപ്പമുള്ള പണിയാണോ എന്ന് ചോദിച്ചാൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണെന്ന് ഞാൻ പറയും. കാരണം ബുദ്ധിജീവി സാധനം എഴുതാൻ സുഖമാണ്, അല്ലേ? എൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധിജീവി സാധനം എഴുതാൻ ഭയങ്കര സുഖമാണ്. കാരണം എഴുതിയാക്കും മനസ്സിലാവില്ല, വായിക്കുന്നതാക്കും മനസ്സിലാവില്ല. ഞാൻ ചില സമയത്ത് ഈ അക്കാദമിക് ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചു നോക്കാറുണ്ട്. നമ്മുടെയൊക്കെ ടീച്ചേഴ്സ് എഴുതുന്ന പബ്ലിഷ് ചെയ്യുന്ന അക്കാദമിക് ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചൊക്കെ ഒരു വാക്ക് മനസ്സിലാവില്ല, ഭാഗ്യവശാൽ. ഇവരെന്താ എഴുതിയെന്ന് ഇവർക്കോ വായിക്കുന്ന നമ്മക്കോ ഇതിന്റെ ജൂറിക്കോ ആർക്കും ഒന്നും മനസ്സിലാവില്ല. ഏറ്റവും നന്നായി മനസ്സിലാവാത്ത ആർട്ട് എന്ത്? ഏറ്റവും നല്ല ആർട്ടിക്കിൾ. നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു അക്കാദമിക് റിസർച്ച് പേപ്പർ എടുക്കുക, ഒന്ന് വായിച്ചു നോക്കുക. ലോകത്ത് കിട്ടാവുന്ന ഈ സിനോണിംസ് വെച്ചിട്ടുള്ള കളിയാ പരിപാടി. ഇപ്പം ഞാനതിനൊരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ എപ്പോഴും പറയാറുണ്ട്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരു കൾച്ചറൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പക്ഷെ ഇത് പറയാൻ ഈ വാക്കേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എനിക്കൊരാളോട് ദേഷ്യം വന്നു, എനിക്കൊരാളുടെ ദേഷ്യം വരുമ്പോൾ എടാ നായിൻ്റെ മോനെ എന്ന് വിളിക്കണം. അതിന് പകരം എടാ ചുനകൻ്റെ മോനെ എന്ന് വിളിച്ചാൽ നടക്കുമോ? ഇതാണ് നമ്മൾ അക്കാദമിക് പേപ്പറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാവശ്യമില്ലാത്ത കടിച്ചാൽ പൊട്ടാത്ത സകല വാക്കും നിരത്തി വെക്കും. മനസ്സിലായോ? നമ്മൾ കൊമേഴ്ഷ്യൽ ആർട്ട് പഠിക്കുമ്പോൾ ഫസ്റ്റ് പഠിച്ചൊരു കാര്യം, കട്ടപ്പനയിലെ കുട്ടപ്പന മനസ്സിലാവുന്ന സാധനം മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നാ. കട്ടപ്പനയിലെ കുട്ടപ്പൻ ആരാ? കേരളത്തിൽ ഏറ്റവും ബുദ്ധിയില്ലാത്ത ആളാണ് കട്ടപ്പനയിലെ കുട്ടപ്പൻ.
ഈ കട്ടപ്പനയിലെ കുട്ടപ്പന് മനസ്സിലാവുന്ന സാധനം മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ കുടുങ്ങി. ഞാൻ 20 വർഷം 1ാം ക്ലാസ് മുതൽ ഡിഗ്രി ഇംഗ്ലീഷ് PG ഒക്കെ പഠിച്ചെടുത്തതൊക്കെ വീട്ടിൽ വെച്ചിട്ട് വേണം എനിക്ക് ഈ കട്ടപ്പനയിലെ കുട്ടപ്പന് വേണ്ടി എഴുതാൻ പോവാൻ. അല്ലേ? കൊമേഴ്ഷ്യൽ ആർട്ടിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സാധനം നമ്മുടെ നാട്ടിൽ മത്തി വിൽക്കാൻ വരുന്ന ആളുടെ ലാംഗ്വേജ്. നിങ്ങളുടെ നാട്ടിൽ ഈ മീൻകാരൻ വരുന്ന നിങ്ങൾ അയാൾ പറയുന്ന ടോൺ ഒരേ ടോണാ. പഴയ സിനിമയെ കാണാം. നാരായൺ എന്നുള്ള സിനിമയിൽ ജഗദീഷ് വരുന്നുണ്ട്. നാരായൺ എന്നുള്ള സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. മത്തിക്കച്ചവടക്കാരനാ. വീട്ടിൽ നിന്ന് എല്ലാ സ്ത്രീകളും ഇറങ്ങി വരും. 1 കിലോ മത്തി 2 കിലോ മത്തി വാങ്ങും, വെട്ടും, കറിവെക്കും, നമ്മൾ ഉച്ചയ്ക്ക് തിന്നും. അയാളുടെ ഭാഷ അത്ര സിമ്പിളാ. ആ കൂക്ക് 11 മണിക്ക് കേട്ടാൽ അതിൻ്റെ അർത്ഥം ആരാന്നുള്ളതാണ്? മീൻ വെക്കുന്ന ആളാന്നുള്ളത്. വളരെ സിമ്പിളായ കമ്മ്യൂണിക്കേഷനാ. ഇതിൽ സാൽവദോർ ജാലിയുടെ ബുദ്ധിജീവി ഒന്നുമില്ല. വളരെ സിമ്പിൾ അല്ലേ? ഒരു വാക്കില്ല, ഒരു അക്ഷരമില്ല, പക്ഷെ എത്ര സുന്ദരമായി നിങ്ങളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലേ? ഇതേപോലെ ഞാൻ പണ്ട് നാട്ടിൽ കേട്ടിട്ടുള്ള വേറൊരു സാധനം, അമ്മി കുത്താനുണ്ടോ അമ്മി. ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ കത്തി മൂർച്ചയാക്കാൻ വരുന്ന ആളുകൾ പണ്ട് മുതലേ, എൻ്റെ ഒരു കുട്ടിക്കാലം മുതലേ നാട്ടിൽ ഉപയോഗിക്കുന്ന വാക്കാണ് അമ്മി കുത്താനുണ്ടോ അമ്മി. അമ്മി എന്താന്ന് എനിക്ക് അറിഞ്ഞൂടെ എപ്പോഴും. പക്ഷെ ഈ സാധനം കേട്ടാൽ ഒരു കറങ്ങുന്ന വണ്ടിയായിട്ടൊരു മനുഷ്യൻ വരും, നമ്മൾ കത്തി കൊടുക്കും, ആ കത്തി അയാൾ മൂർച്ച കൂട്ടിത്തരും. കാലാകാലങ്ങളായിട്ട് എന്ത് സിമ്പിളായിട്ടാണ് അയാൾ ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഷേക്സ്പിയർ അത് എഴുതിയാണ് എങ്ങനെ ഉണ്ടാവുമായിരുന്നത്? മാർക്ക് ആന്റണിയുടെ പോലെ ഉണ്ടാവും അല്ലേ? ഏറ്റവും ബ്രൂട്ടസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇടിവെട്ട് സാധനം. അപ്പം എങ്ങനെ സിമ്പിൾ ആക്കാം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ എല്ലാ സാധനവും സിമ്പിൾ ആക്കണം. ഇപ്പൊ മുത്തൂറ്റ് പോലെ ഒരു ഫിനാൻസ് കമ്പനി ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളിവിടെ തുടങ്ങിയിട്ട് 20 വർഷമായി, അപ്പൊ നമുക്ക് സാധാരണ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട സമയത്ത് ഞാനിങ്ങനെ തലകുത്തി ഒന്ന് ആലോചിച്ച്, അഗെയിൻ ഞാൻ പഠിച്ച ഫിനാൻസും, ഞാൻ അത്യാവശ്യം ഫിനാൻസ് അറിയുന്ന ആളാ, എക്കണോമിക്സ് ഒക്കെ എനിക്കറിയാം, കുറച്ചൊക്കെ അറിയാം. ഇപ്പൊ ഞാൻ ഈ പണി പഠിച്ചപ്പോൾ എന്നോട് എൻ്റെ ഒരു സാറ് പറഞ്ഞു, ആദ്യമായിട്ട് ഞാൻ ഈ ജേർണലിസം കഴിഞ്ഞിട്ട് ഞാൻ ഈ കൊമേഴ്ഷ്യൽ ആർട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു സാറ് പറഞ്ഞേ, ലോകത്തെ ഏത് സബ്ജക്റ്റിലും 10 മിനിറ്റ് സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റും. അതിനുശേഷം ഞാൻ ഉറപ്പുവരുത്തിയൊരു കാര്യം, ലോകത്തെ ഏത് സബ്ജക്റ്റിലും 10 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാനുള്ള, അത് എൻ്റെ മുന്നിലിരിക്കുന്ന ആൾ എത്ര വിദഗ്ധനായാലും അയാളോട് 10 മിനിറ്റ് ആ സബ്ജക്റ്റിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. അതിപ്പോൾ നാനോ ടെക്നോളജി ആയാലും പറ്റും, ലൈറ്റിംഗ് ആയാലും പറ്റും. ദാറ്റ് സംതിങ് ദാറ്റ് വി ഏൺ. അതില്ലാണ്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ജീൻ്റെ ലൈറ്റ്സ് കമ്പനിയുടെ ജീൻ്റെ CEO ആയിട്ടൊരു മീറ്റിംഗ് നടത്തിയ സമയത്ത് പുള്ളി ഈ ലൈറ്റിൽ നടത്തുന്ന ഇന്നോവേഷൻസ് പറയും. അവർ ലൈറ്റിൽ കൊണ്ടുവന്ന ഇന്നോവേഷൻ എന്താണ്? ചൂട്. ഈ ലൈറ്റിൽ ഉള്ളൊരു പ്രശ്നം, നിങ്ങൾ ഈ സ്ട്രീറ്റിൽ കാണുന്ന ലൈറ്റിൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കറണ്ടിൻ്റെ ഉപയോഗം കൂടും. കറണ്ടിൻ്റെ ഉപയോഗം കൂടിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ബോംബെ താനെ ഒക്കെ ഉള്ള വലിയ ഹൈവേയിൽ ഒരു ചെറിയ ഹീറ്റ് വേരിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ കറണ്ട് ഭയങ്കരമായിട്ട് ലോസ് ആവും. അപ്പോൾ എപ്പോഴും ഇവർ ശ്രമിക്കുക ഈ ചൂട് കുറയ്ക്കാനാണ്. ഇത് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കിത് എഴുതാൻ പറ്റുള്ളൂ അല്ലേ? ഇത് മനസ്സിലാക്കണം. നമ്മൾ ഈ കുറച്ചൊക്കെ നമ്മൾ സയൻസ് പഠിക്കേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞാൽ ഈ ഫിനാൻസ് കമ്പനി വന്നു, ഫിനാൻസ് കമ്പനിയോട് ചോദിച്ചു നമുക്കൊരു ക്യാമ്പയിൻ വേണം, അത് ഭയങ്കര സിമ്പിളാവണം. അപ്പം ഞാൻ തലകുത്തി ഒന്ന് ആലോചിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാവുന്ന ടെക്സ്റ്റുകളൊക്കെ വായിച്ച് നമ്മളൊരു നല്ല ക്യാമ്പയിൻ ചെയ്യുമ്പോൾ, ഒരു 100 കോടി രൂപയൊക്കെ സ്പെൻഡുള്ളൊരു ക്യാമ്പയിൻ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ 500ഉം 600ഉം പേജുള്ള റിസർച്ച് പേപ്പറൊക്കെ വായിച്ചു നോക്കലുണ്ട്. ഗതി കെട്ടിട്ട് യൂസർ മാനുവലിൽ വായിച്ചു നോക്കും. ലാസ്റ്റ് ഗതി കെട്ടിട്ട് ചിലപ്പോൾ ഒരു ലൈറ്റ് കമ്പനിയുടെയോ അല്ലെങ്കിൽ ഒരു വലിയ ഡിവൈസൊക്കെയാണ് അതിൻ്റെ യൂസർ മാനുവലിൽ വായിച്ചു നോക്കും. നിങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും യൂസർ മാനുവൽ വായിച്ചിട്ടുണ്ടോ? ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഗതി കെട്ടിട്ട് യൂസർ മാനുവലൊക്കെ എടുത്ത് വായിച്ചു നോക്കി, ഇതിനകത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ. ഓക്കെ, അപ്പം ഈ ഫിനാൻസ് കമ്പനി വന്ന സമയത്ത് എൻ്റെ മുന്നിലുള്ള ചോദ്യം എന്താ വെച്ചാൽ, ഇതിനെ എങ്ങനെ രസകരമായിട്ട് എൻ്റെ ഓഡിയൻസിന് പ്രസൻറ്റ് ചെയ്യാം. അപ്പം ഞാനിങ്ങനെ കുറേ ദിവസം ചിന്തിച്ചിട്ട് ഒരു ദിവസം രാത്രി, ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിലൊരു തോട്ട് കുടുങ്ങി. പണം കൊടുത്താൽ സ്നേഹം കിട്ടുമോ? പണം കൊടുത്താൽ സ്നേഹം കിട്ടുമോ? ഓക്കെ, പണം കൊടുത്താൽ സ്നേഹം കിട്ടില്ല. 100% ഉറപ്പിച്ച്. പണം കൊടുത്താൽ സ്നേഹം കിട്ടും എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒരാളുണ്ട്. ഒറ്റ ആളാണ് പണം കൊടുത്താൽ സ്നേഹം കിട്ടുമെന്ന് വിശ്വസിക്കുക. ഓക്കെ, ഞാനൊരു കഥ പറയാം, ശരിക്കും ലൈഫിൽ നടന്നാണ്. ഓക്കെ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്.
ഇവർ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ഈ ആൺകുട്ടിക്ക് ഈ പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ച മലയാളത്തിൽ പറയണ അസ്ഥിക്ക് പിടിച്ച പ്രേമം. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്ത്, ഈ ആൺകുട്ടി എല്ലാ ദിവസവും രാവിലെ ഈ പെൺകുട്ടിയുടെ വീട്ടിൻ്റെ മുന്നിൽ കൂടെ പോവും. എല്ലാ ദിവസവും രാവിലെ ഐ ലവ് യു എന്ന് പറയും. ഈ പെൺകുട്ടിക്കാണ് തിരിഞ്ഞു നോക്കൂല. പെൺകുട്ടി വളരെ ബോൾഡാണ്, ഈ പെൺകുട്ടി തിരിഞ്ഞു നോക്കൂല. അങ്ങനെ ഇയാൾ 1 വർഷം മൊത്തം ഈ പെൺകുട്ടിയെ വേക്കി നടന്ന്. ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കില്ല. പെൺകുട്ടി ഭയങ്കര ബോൾഡാണ്. പെൺകുട്ടി വളരെ നല്ല കുട്ടിയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ പറയാ, പ്രേമിക്കാത്ത ആളുകളൊക്കെ നല്ല കുട്ടികൾ. ഓക്കെ, നല്ല കുട്ടിയാണ്, എനിക്ക് എതിർപ്പൊന്നുമില്ല. അപ്പൊ ഈ നല്ല കുട്ടിയായ പെൺകുട്ടിയുടെ അമ്മ ഒരു ദിവസം ലിവർ സിറോസിസ് വന്ന് ലിവർ അടിച്ചു. സിമ്പിളായിട്ട് ലിവർ അടിച്ചു. ഈ പെൺകുട്ടീനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്തേക്ക് ഈ ചെക്കൻ എന്ത് ചെയ്തു, 1 വർഷം ബാക്കിൽ കടന്ന് ഈ ചെക്കൻ നശിച്ച് നാരായണക്കല്ലയാവും വിട്ടിട്ട് പോയി. അങ്ങനെ ഈ പെൺകുട്ടിയെ അമ്മയുടെ ലിവർ നാളെ മാറ്റി വെച്ചില്ലേ അമ്മ മരിക്കും. ഈ പെൺകുട്ടിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ഈ പെൺകുട്ടിക്ക് അമ്മ അല്ലാണ്ട് വേറെ ആരുമില്ല. അപ്പൊ ഈ പെൺകുട്ടിയുടെ ശസ്ത്രക്രിയ നടക്കേണ്ട ദിവസം കൃത്യമായിട്ട് ശസ്ത്രക്രിയ നടന്നു. ആരോ ഈ പെൺകുട്ടിയെ സഹായിച്ചു, ആരാന്ന് ആർക്കും അറിയില്ല. 4 ലക്ഷം രൂപ ശസ്ത്രക്രിയക്ക് കെട്ടിവെച്ചു. ഈ പെൺകുട്ടിയുടെ അമ്മയുടെ ശസ്ത്രക്രിയ നടന്നു. പെൺകുട്ടിയുടെ അമ്മ രക്ഷപ്പെട്ടു. അവർ രണ്ടുപേരുടെ വീട്ടിൽ തിരിച്ചുപോയി സുഖമായിട്ട് ജീവിക്കുക. ഇപ്പൊ 2 മാസം കഴിഞ്ഞപ്പം വേറൊരു സോഴ്സിൽ നിന്ന് ഈ പെൺകുട്ടി അറിയാണ്, ഈ ആൺകുട്ടിയാണ് ഇവക്ക് വേണ്ടി 4 ലക്ഷം രൂപ കെട്ടിവെച്ചത്. ആൺകുട്ടി അങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല. ആൺകുട്ടി ഇവളുടെ വേക്കിലും പോയില്ല. ആൺകുട്ടി ആൺകുട്ടിയുടെ വഴിക്ക് പോയി. ഈ പെൺകുട്ടി ഈ ആൺകുട്ടിയെ സ്നേഹിക്കുമല്ലോ? അത്രയും കാലം റിജക്ട് ചെയ്ത ഈ പെൺകുട്ടി ആ ആൺകുട്ടിയെ സ്നേഹിക്കുമല്ലോ? സ്നേഹിക്കൂലേ? അപ്പൊ പണം കൊടുത്ത സ്നേഹം കിട്ടില്ലേ? ഈ പണം അയാൾ വാങ്ങിയത് എവിടെന്ന് വെച്ചാൽ മുത്തൂറ്റി പോയിട്ട് അവളുടെ മുത്തശ്ശൻ കൊടുത്ത സ്വർണം പണയം വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഈ പണം ഈ കുട്ടിയുടെ ഹോസ്പിറ്റലിൽ അടച്ചത്. അപ്പൊ മുത്തൂറ്റുകാര് പണം കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് ഈ ചെക്കന് സ്നേഹം കിട്ടുമായിരുന്നോ? ഇപ്പൊ പണം കൊടുത്താൽ സ്നേഹം കിട്ടില്ലേ? അപ്പൊ അന്ന് ഞാൻ കോപ്പി എഴുതി, പണം കൊടുത്ത് ഞങ്ങൾ സ്നേഹം വാങ്ങി. അന്ന് കേരളത്തിൽ മൊത്തം ഞങ്ങൾ കേരളത്തിൽ തെങ്ങിയത്തക്കാര്, ചായക്കടക്കാര്, നാട്ടുകാരോടൊക്കെ ഞങ്ങൾ ഈ ചോദിച്ചു, എല്ലാവരും പറഞ്ഞ സ്നേഹം കിട്ടില്ല. പക്ഷെ ഈ ക്യാമ്പയിൻ ഭയങ്കര ഹിറ്റായി. കാരണം പണം കൊടുത്താൽ സ്നേഹം കിട്ടും. ഇവിടെ നമ്മളുടെ സോഷ്യൽ നോമിനെ കോൺട്രഡിക്റ്റ് ചെയ്യാണ്. ഇത് ക്രിയേറ്റിവിറ്റിയുടെ ഒരു രൂപമാണ്. പക്ഷെ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ പണം കൊടുത്താൽ സ്നേഹം കിട്ടൂല എന്നുള്ള സൊസൈറ്റിയിൽ നിൽക്കുന്ന ഒരു വാക്കിനെ നമ്മൾ അറിയണ്ടേ? സോ ഇത്തരത്തിൽ എങ്ങനെ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷനെ സിമ്പിൾ ആക്കാം എന്നുള്ളത് ചിന്തിക്കുന്നിടത്തുനിന്നാണ് ശരിക്കും പറഞ്ഞാൽ അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ്റെ സയൻസ് വർക്കൗട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞാൻ എപ്പോഴും തമാശക്കാണെങ്കിലും പറയാറുണ്ട്, എന്ത് ചെയ്യുമ്പോഴും അഡ്വർടൈസിങ് ചെയ്യും മാത്രം അടിക്കുകയാണെങ്കിൽ മുഖത്ത് തന്നെ അടിക്കണം. ഇടയ്ക്ക് നിൽക്കരുത്. ഇടയ്ക്ക് നിന്നാൽ നിങ്ങൾ പെടും. ഈ അടിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അടിക്കണം, ഒറ്റ അടി കൊടുക്കണം. മറക്കരുത്, ഒരാഴ്ചയെങ്കിലും മുഖത്ത് പാടുവേണം. അത്ര ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എഴുത്തിന് മാത്രമേ എന്തിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ, ഈ കമ്മ്യൂണിക്കേഷൻ്റെ ലാംഗ്വേജിലോ എഴുത്തിലോ നിലനിൽക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്കൊക്കെ ഇത് എഴുതാൻ പറ്റില്ലേ? എല്ലാ തറകളും നന്നാവും എന്ന് എഴുതാൻ പറ്റാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഞാനന്ന് 5 ലക്ഷം രൂപ വാങ്ങി. ഈ വരി എഴുതിയതിന് ഞാൻ 5 ലക്ഷം വാങ്ങി. വളരെ സിമ്പിളാണ്. രണ്ടാമത് പണം കൊടുത്ത് ഞങ്ങൾ സ്നേഹം വാങ്ങിയതിന് ഞാൻ 5 ലക്ഷം വാങ്ങി. ഇത് വലിയ സംഭവമൊന്നുമല്ല, ആണോ? ഞാൻ ദാലി ചെയ്ത പോലെ എന്ത് ചെയ്തിട്ടൊന്നുമില്ല. ഷേക്സ്പിയറിനെ പോലെ മഹത്തായ സാധനങ്ങളൊന്നും എഴുതിയിട്ടില്ല. അവ എഴുതാൻ നമുക്ക് പറ്റുകയില്ല. എഴുത്തിനെ സിമ്പിളാക്കിയാൽ ആളുകളെ ഇമോഷണലി ട്രാക്ക് ചെയ്യാൻ പറ്റില്ലേ? ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. വളരെ സിമ്പിളായ ഒരു എക്സാമ്പിൾ. അഗെയിൻ, എനിക്ക് ഈ ബുദ്ധിജീവി പരിപാടി അറിയാത്തതുകൊണ്ടും നമ്മൾ വളരെ സാധാരണ നരിക്കുനിക്കാരനായതുകൊണ്ടും, നരിക്കുനി അല്ലെങ്കിൽ എൻ്റെ വീട് ഇതേപോലെ നരിക്കുനി പോലെ ഒരു ഉൾപ്രദേശത്താണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് ഞാൻ ഇപ്പോഴും പറയാറുണ്ട്. ലോകത്തെ ഏത് വലിയ ക്ലയൻറ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും എൻ്റെ ഉള്ളിലുള്ള ഏറ്റവും ധൈര്യം എനിക്ക് തന്നിട്ടുള്ള സാധനം, ഞാനൊരു സാധാരണ നാട്ടിൻപുറത്ത് സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു വന്നവനാടാ എന്നൊരു ധൈര്യം ഉണ്ടല്ലോ. എനിക്ക് എൻ്റെ കമ്പനി തുടങ്ങി, ഞാൻ ജേർണലിസ്റ്റ് ആയിരുന്നു.
ജേർണലിസം ഒക്കെ കഴിഞ്ഞ് എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്ന സമയത്ത് നാട്ടിൽ വന്നിട്ട് ഞാൻ ഇവിടുത്തെ കേരളത്തിലെ കമ്പനികളിലൊക്കെ കയറി ഇറങ്ങുക, എനിക്കൊരു ജോലി എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ എനിക്ക് ജോലി തരില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ഡൽഹിക്ക് ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ അന്ന് സാംസങ് മെഡിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ CEO വന്നിരുന്നു. 3.5 മണിക്കൂർ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ഡൽഹി വരെ പോകണം. പുള്ളിക്ക് എഴുന്നിട്ട് ഓടാൻ പറ്റില്ലല്ലോ. 3.5 മണിക്കൂർ എന്തായാലും പുള്ളി എൻ്റെ അടുത്ത് പെട്ട്. അപ്പം നമ്മുടെ ഈ നാവ് മാത്രം കൈമുതലായിട്ടുള്ളതുകൊണ്ട് ഞാൻ പുള്ളിയായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ തുടങ്ങി. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പല ബിസിനസ് ഇഷ്യൂസ് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ പുള്ളി ഒരു പ്രോബ്ലം എൻ്റെ മുന്നിൽ പറഞ്ഞു, ജോബി, വി ആർ ആക്ച്വലി ഫേസിങ് ദിസ് പ്രോബ്ലം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ, വൈ ഐ ക്യാൻ ഓൾസോ ഗീവ് യു എ പ്രസൻറ്റേഷൻ, യു സി വെദർ ഇറ്റ് വർക്ക്സ് ഓർ നോട്ട് ഫോർ യു. അങ്ങനെ ഞാനന്ന് പുള്ളിക്ക് ഒരു ഐഡിയ പറയാം. അപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നീ 2 ദിവസം കൊണ്ട് ഓഫീസിലേക്ക് വാ. ഈ സെഡ് ഓക്കെ, ഐ വിൽ കം. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ, ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് വേറൊന്നുമില്ല. അങ്ങനെ ഞാൻ എന്താ വെച്ചാൽ ഒരു ലാപ്ടോപ്പൊക്കെ എടുത്തിട്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് പോയി, ഐ ജസ്റ്റ് ഗേവ് എൻ ഐഡിയ, സർ, ഇറ്റ് മേ വർക്ക് ഫോർ യു. സോ ഹി റിയലി ലൈക്സ് ദ ഐഡിയ. അപ്പം ഞാനും ഇതൊരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഹി വിൽ ഗീവ് മി എ വർക്ക്. അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു, ഓക്കെ ശരി, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, യു ഗീവ് മി എ ഫുൾ പ്രസൻറ്റേഷൻ, ബട്ട് ഐ വിൽ ഗിവ് യു ഓൺലി 2 days, 48 hours. അപ്പം ഞാൻ തീരുമാനിച്ചു, എന്തായാലും എനിക്ക് വേറെ പണിയൊന്നുമില്ല, എന്നാൽ പിന്നെ 2 ദിവസം ഡൽഹി തുടരാം. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാനൊരു ഫുൾ പ്രസൻറ്റേഷനായിട്ട് പുള്ളിയുടെ അടുത്ത് പോയി. ഹി ലൈക്സ് ഇറ്റ് ഒക്കെ. അപ്പം നമ്മളെ കേരളത്തിലെ കച്ചവടക്കാരെ പോലെയല്ല, ഈ കോർപ്പറേറ്റ്സിനുള്ള ഗുണമുള്ളത് നല്ലത് കണ്ടാൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും. നമ്മൾ പിന്നെ ഈ ചെങ്ങായി എവിടുന്നാ വന്നത്, ഇവൻ്റെ പുരാണമൊക്കെ തപ്പാൻ തുടങ്ങും. മലയാളികൾക്ക് അങ്ങോട്ട് പ്രശ്നമുണ്ട്. മലയാളികൾ വളരെ മോശമാണ് കാര്യത്തിൽ. അവരാദ്യം നോക്കുക ഇയാൾ ജനിച്ച വീട് ഏതാണ്, ഇയാളുടെ വീടിൻ്റെ അടുത്തുള്ള ആളാരാണ്. ഇതൊന്നും കോർപ്പറേറ്റ്സിൻ്റെ ഇടയിലില്ല. കോർപ്പറേറ്റ്സിൽ ഐ ലൈക്ക് ദി ഐഡിയ, വിൽ യു ബി ഏബിൾ ടു എക്സിക്യൂട്ട് ഇറ്റ്. സോ അപ്പോൾ പുള്ളി പറഞ്ഞു, അപ്പോൾ ഈ സാംസങ്ങിൻ്റെ CEO പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നാളത്തെ കഴിഞ്ഞ് ഞങ്ങൾ വിൽ കം ഡൗൺ ടു യുവർ കാലിക്കറ്റ് ഓഫീസ്. അൺഫോർച്ചുനേറ്റ്ലി ഐ ഡിഡ്ന്റ് ഹാവ് ആൻ ഓഫീസ്. I didn't have an employee, I didn't have anybody. I was just alone, sitting in Delhi, realizing that, okay, this guy's coming down to my office in Calicut in 2 days. I didn't have an office. So I called my friends and people in Calicut and I managed to get an office overnight. We painted it overnight. Like what happened is that I hired 3 people overnight on the call. ഒരു 4 പേരെ ഞാൻ എന്ത് ചെയ്ത് വെറുതെ വഴിക്ക് കണ്ട 4 പേരെ വിളിച്ച്, വാ മോനെ, ഒരു ദിവസം ലീവ് എടുക്ക്, വാ, നമുക്ക് ഇവിടെ ഇരുന്നാൽ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളും, നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി. സോ 3rd day they came in and I presented it again. They liked it. They gave me a 1.5 crore business. I'm really happy because my business could finally took off. അങ്ങനെ ഞാൻ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പം ദിസ് ഇസ് an experience where you are, ഇതെന്താ വെച്ചാൽ നമുക്കൊരു ധൈര്യമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. എന്തൊക്കെ വന്നാലും ഇപ്പോൾ ഒരു നരിക്കുനിയിൽ പഠിച്ച ഈ കോളേജിൽ പഠിക്കുന്ന ഒരാളുടെ മുന്നിൽ ഒരു ചങ്കൂറ്റുണ്ട്. ഇതിനേക്കാൾ വലുതൊന്നും വരാനില്ല, ഉണ്ടോ? ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്ന ഈ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്നൊക്കെ ആൾ നമ്മുടെ കൂടെ ജോലിയാണ്. ഞാൻ മെർജർ മാർക്കറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്നൊക്കെ ആൾ വരും നമ്മുടെ സ്റ്റാഫായിട്ട്. അപ്പം നമുക്ക് ഭയങ്കര പേടിയാ, ഇവർ വരുന്ന വലിയ ടാഗൊക്കെ ആയിട്ടാണല്ലോ. ഇവർ വന്നിട്ട് 2 ദിവസം ഓഫീസിലേക്ക് മനസ്സിലായി ഇവർ നമ്മളെക്കാൾ വലിയ പൊട്ടന്മാരാ. ഇവരുടെ അടുത്ത് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊരു തേങ്ങ ഉണ്ടാവില്ല, ബുദ്ധി ഉണ്ടാവില്ല, കോമൺ സെൻസ് ഉണ്ടാവില്ല. സോ ഈ ഒരു ധൈര്യമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ വിജയിപ്പിക്കാൻ കാരണമാവുന്നത്. നിങ്ങൾ സാധാരണ ജീവിതത്തിൽ കാണുന്ന സാധനങ്ങളാണ് ആർട്ടിൽ, കൊമേഴ്ഷ്യൽ ആർട്ടിൽ വേണ്ടത്. നിങ്ങൾ സാഹിത്യം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഏത് ജീവിത സാഹചര്യങ്ങളും എഴുതാം. പക്ഷെ നിങ്ങൾ ഒരു കൊമേഴ്ഷ്യൽ ആർട്ട് എഴുതുമ്പോൾ നിങ്ങൾ ആ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലുള്ള ആൾക്ക് വേണ്ടിയാണോ എഴുതുന്നത് അയാളെക്കുറിച്ച് എഴുതണം. അതാണ് നമ്മുടെ ജോബിൻ്റെ ഏറ്റവും രസകരമായ ജോലി. നമ്മൾ ജീവിതത്തിൽ ഇതുവരെ ചിന്തിക്കാത്ത ക്ലൈൻ്റൊക്കെ നമ്മുടെ മുന്നിൽ വന്ന് പെടും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് വർക്ക് ചെയ്തൊരു ബ്രാൻഡിൻ്റെ ക്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ആമസോൺ, അവരാണ് ക്ലൈൻറ്റ്. ഗൂഗിള്, ഇവരൊക്കെയാണ് ക്ലൈൻറ്റ്. അത് ഇവരുടെ സിഇഒനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ പ്രൊഡക്റ്റ് വെച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ഇവരോടായിരിക്കും. നമ്മൾ സത്യത്തിൽ ഇതുവരെ ഇത്ര ലെവലിലുള്ള ഒരു കമ്പനിയെ നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ബട്ട് വി ഹാവ് ടു ടോക്ക് ടു ദം ഇൻ ദെയർ ലാംഗ്വേജ്, അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ തറകളും നന്നാവും ഇവിടെ വർക്ക് ചെയ്യൂല, പുള്ളിയുടെ അടുത്ത് വർക്ക് ചെയ്യൂല. ബിഗ് ബാസ്ക്കറ്റ് എന്നൊരു കമ്പനി ഉണ്ട്, അറിയാമെന്ന് എനിക്കറിയില്ല. ബിഗ് ബാസ്ക്കറ്റ് അറിയോ? ബിഗ് ബാസ്ക്കറ്റ് ഇപ്പം കേരളത്തിലൊക്കെ ഉണ്ട്. ഇപ്പം അത് ടാറ്റ ഏറ്റെടുത്തു. ടാറ്റ ഏറ്റെടുക്കുന്നതിന് മുമ്പ് അത് വളരെ ചെറിയ കമ്പനിയായിരുന്നു. 2 പിള്ളേർ തുടങ്ങിയൊരു കമ്പനിയായിരുന്ന കാലത്ത് ഡൽഹിയിൽ, ഞാനിന്ന് ഡൽഹി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്തേക്ക് ഒരു അസൈൻമെൻറ്റ് വന്നു. ഈ ബിഗ് ബാസ്ക്കറ്റ് അന്ന് നോയിഡയിൽ ഒരു IT പാർക്ക് ഉണ്ട്. ഈ നോയിഡ എക്സ്പ്രസ് IT പാർക്ക് എന്ന് പറയും, എക്സ്പ്രസ് വേ എന്നാ പറയാം.
അവിടെ 2 ബോർഡ് വെക്കും. ഇതാണ് അവർ പറഞ്ഞ ബ്രീഫ്. 2 ബോർഡ് അവിടെ വെക്കും. ഓൺലി IT-കാർ മാത്രമേ അതിലേ പോവുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് നല്ല ഡൗൺലോഡ്സ് വേണം. അന്ന് ഈ ബിഗ് ബാസ്ക്കറ്റ് ഓർഗാനിക് ഫുഡ് വെക്കുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ അവർ ഇൻസ്റ്റാമാർട്ട് എന്ന് പറയുന്ന പോലെയുള്ള ക്വിക്ക് കൊമേഴ്സ് ബിസിനസ്സിലാണ് നിൽക്കുന്നത്. അന്ന് അവർ ഓർഗാനിക് ഫുഡ് മാത്രമാണ്, എന്താ പറയുക, ഓർഗാനിക് ഫുഡ് പ്രൊഡക്ട്സാണ് വെക്കുക. അപ്പോൾ എന്നോട് ഒരു ആവശ്യപ്പെട്ട 2 ഹോർഡിങ് വെക്കും. അതിൽ ഞങ്ങൾക്ക് ഇത്ര നമ്പർ ഓഫ് ഡൗൺലോഡ്സ് വരണം. ഭയങ്കര ടഫ് ജോബാണ്. കാരണം ഈ ഡൗൺലോഡ്സ് ഉണ്ടാവുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഇത് ആൾ കയറി ഡൗൺലോഡ് ചെയ്യണ്ടേ. അപ്പം ഞാനതിങ്ങനെ തലകുത്തി എന്ന് ആലോചിച്ച് ഇത് എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ വന്ന സമയത്ത് ലാസ്റ്റ് ഞാനൊരു കോപ്പി എഴുതി. ഇറ്റ് വർക്ക് റിയലി വെൽ ഫോർ മീ. ദ കോപ്പി വേഴ്സ് ആപ്പിൾ ഈസ് മെയ്ഡ് ഓഫ് ക്യാരറ്റ് എന്നായിരുന്നു. ആപ്പിൾ എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ ലോഗോ ഉണ്ടല്ലോ, ആപ്പിളിൻ്റെ ലോഗോ ഈസ് മെയ്ഡ് ഓഫ് ഒരു ക്യാരറ്റിൻ്റെ പടവും. താഴെ ടു നോ മോർ വിസിറ്റ് അവർ വെബ്സൈറ്റ്. ഇത്രയും മാത്രമേ ആ ബോർഡിലുള്ളൂ. സംഭവം ക്ലിക്ക്ഡ് വെൽ ബിക്കോസ് ഈ സാധനം ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്തു. ഈ ആപ്പിളും ക്യാരറ്റും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് ഭയങ്കര, ഈ IT-കാർക്കുള്ള ഒരു ഗുണം വെച്ചാൽ ഈ ആപ്പിൾ എന്ന് കേട്ടാൽ ഇവർ എന്തായാലും നോക്കും. ഈ IT-കാർക്ക് അങ്ങോട്ട് കുഴപ്പമുണ്ട്. ഈ ആപ്പിളിൻ്റെ സിമ്പൽ കണ്ട അവർ എന്ത് മണ്ടത്തരാണെങ്കിലും വായിക്കും. അതെനിക്ക് നേരത്തെ അറിയാം. അപ്പം ഞാൻ ഈ ആപ്പിൾ ഈസ് മെയ്ഡ് ഓഫ് ക്യാരറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉള്ളിൽ കയറി. അപ്പോൾ ഉള്ളിൽ ഞാനൊരു 2 സെൻറ്റൻസ് എഴുതി. ഇങ്ങനെ ഈ സ്റ്റീവ് ജോബ്സിൻ്റെ പ്രത്യേകത ഉള്ളത്, സ്റ്റീവ് ജോബ്സ് വേവിച്ച ഫുഡ് കഴിക്കില്ല. വേവിച്ച ഫുഡ് പുള്ളി കഴിക്കാൻ നിർത്തിയിട്ട് കുറേ കാലമായി. പുള്ളിയുടെ തോട്ടത്തിൽ ഉണ്ടാക്കിയ സാധനം മാത്രം പറിച്ചിട്ടാണ് തിന്നുക. അതാണ് സ്റ്റീവ് ജോബ്സിൻ്റെ പ്രത്യേകത. പുറത്ത് സാധനം വാങ്ങില്ല, ഭയങ്കര പേടിയാ പുള്ളിക്ക്. ഭയങ്കര പേടിയുള്ളൊരു മനുഷ്യൻ. അപ്പോൾ പുറത്തുനിന്ന് സാധനം വാങ്ങിയിട്ട് കഴിക്കില്ല. സ്വന്തം തോട്ടത്തിൽ പോയി പറിച്ചെടുക്കുന്ന സാധനം മാത്രം കഴിക്കുന്ന ഒരു മന്ദബുദ്ധിയായിരുന്നു ആര്? സ്റ്റീവ് ജോബ്സ്. അപ്പം ഞാനിൻ്റെ അടിയിൽ എഴുതി ഇത്രയേ ഉള്ളൂ, സ്റ്റീവ് ജോബ്സ് പുറത്തുനിന്നുള്ള വിഷമുള്ള ഫുഡ് വാങ്ങി കഴിച്ചിരുന്ന പണ്ടേ തട്ടിപ്പോയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആപ്പിൾ ഉണ്ടാവില്ല എന്നായിരുന്നു അതിൻ്റെ അടിയിൽ. അതുകൊണ്ട് യു സബ്സ്ക്രൈബ് ടു അവർ ഓർഗാനിക് ഫുഡ് എന്നായിരുന്നു ഇതിൻ്റെ അടിയിൽ ഉണ്ടായിരുന്ന. ഇറ്റ് വർക്ക്ഡ് വെരി വെൽ. സോ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ്, ഞാൻ ഈ സ്റ്റീവ് ജോബ്സിന് ഈ സ്വഭാവം ഉണ്ടെന്ന് അറിയണം ഇത് എഴുതണമെങ്കിൽ, അല്ലേ? വേണ്ടേ? ഇത് അറിയണമെങ്കിൽ എന്താ വഴി? ഇത് അറിയണം സ്റ്റീവ് ജോബ്സിൻ്റെ ആത്മകഥ വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. വേറെ വഴിയൊന്നുമില്ല. കാരണം സ്റ്റീവ് ജോബ്സ് നമ്മുടെ കാലത്ത് ജീവിച്ച ആളല്ലാത്തതുകൊണ്ട് സ്റ്റീവ് ജോബ്സിൻ്റെ ആത്മകഥ വായിച്ചാൽ ഓട്ടോമാറ്റിക്കലി. അപ്പം നമ്മളെന്താ വെച്ചാൽ നമ്മുടെ റീഡിങ് അത്രയും വൈബ്രൻ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ മുന്നിലേക്ക് വരുന്ന പ്രോബ്ലത്തെ നമുക്ക് അപ്പം നേരിടാൻ പറ്റുള്ളൂ. ഒരു ബ്രീഫ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വായിക്കാനും സമയം ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ബ്രീഫ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണിയാണ്. ആൻഡ് വി ഹാവ് ടു വർക്ക് 24 hours 38 hours. നമുക്ക് അത്രയും ചെറിയ ഷോർട്ട് ടൈമാണ് കിട്ടുന്നത്. ഈ സമയത്തുള്ള ഐഡിയ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ നമ്മൾ വായന വളരെ സജീവാക്കണം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ഇങ്ങോട്ട് വായനയ്ക്ക് വേണ്ടി ഒരു ദിവസം 3 മണിക്കൂറെങ്കിലും മാറ്റി വെക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതും വായനയിലാണ്. ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ എനിക്ക് വായിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ഗൈഡ് വെച്ച് പഠിക്കാം, ഇല്ലേ? ഗൈഡ് വെച്ച് പഠിക്കാൻ പറ്റില്ലേ? ഇപ്പം പിന്നെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഗൈഡ് വേണമായിരുന്നു. ഇപ്പോൾ യൂട്യൂബ് ഉണ്ട്. അന്ന് യൂട്യൂബ് ഇല്ലല്ലോ. ഇപ്പം പിന്നെ നമുക്ക് എല്ലാം യൂട്യൂബ് വെച്ച് പഠിക്കാം. അന്ന് നമ്മൾ ഗൈഡിന് വേണ്ടിയുള്ള പക്കപ്രാച്ചിലായിരുന്നു. എവിടെ ഈ ഗൈഡ് എവിടെ കിട്ടും എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഈ കൊമേഴ്ഷ്യൽ ആർട്ട് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്, അല്ലേ? ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ജോലിയാണ് അഡ്വർടൈസിങ് എന്ന് എല്ലാവരോടും നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഭാഗ്യവശാൽ ഈ ഫീൽഡിലേക്ക് ആരും വരാറില്ല. അതുകൊണ്ട് നമ്മളെപ്പോലുള്ള ആളുകൾ സുഖമായിട്ട് കഞ്ഞി പിടിച്ച് പോകുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ കോമ്പറ്റീഷൻ ഇല്ല. കഴിവുള്ളവരാരും ഈ വഴിക്ക് വരില്ല. കാരണം കഴിവുള്ളവരൊക്കെ ഇപ്പോൾ ഇവിടെ ഈ ക്ലാസ്സിൽ ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ് എത്ര പേർക്ക് ടീച്ചർ ആവണം എന്ന് ചോദിച്ചാൽ എല്ലാവരും കൈവക്കും, ഇല്ലേ? ടീച്ചർ ആവാൻ ഇഷ്ടം പോലെ ആളുണ്ട്. നോട്ട് ബാഡ്. ടീച്ചർ ആവുന്ന മോശമൊന്നുമല്ല. ടീച്ചർ ആവുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരേ ഒരു പ്രശ്നം ഞാൻ പറയാം. ഞാനൊരു ടീച്ചർ ആവാതിരുന്നത് എന്തുകൊണ്ട്, എൻ്റെ വൈഫൊരു ടീച്ചറാണ്. അതുകൊണ്ട് ടീച്ചർ സൊസൈറ്റിയെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല. പക്ഷെ ഞാനൊരു ടീച്ചർ ആകാൻ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഒരിക്കലും ഒരു ടീച്ചർ ആവാൻ പോകുന്നില്ല. ബിക്കോസ് ഞാൻ കോളേജ് കഴിഞ്ഞിറങ്ങിയ 2005 ഞാനൊരു ടീച്ചർ ആയിരുന്നുവെങ്കിൽ 2024 വരെ 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഷേക്സ്പിയറിനെ ഞാൻ വീണ്ടും 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 പഠിപ്പിക്കണം. ഇത് ലാസ്റ്റ് എനിക്ക് കാണാപ്പാടാവും, അല്ലേ? ഇതെന്നെ പഠിപ്പിക്കണ്ടേ? ഇതൊക്കെ ഷേക്സ്പിയർ മാറ്റിയിട്ട് വേറെ ആളാക്കാൻ പറ്റില്ലല്ലോ.
ഈ സിലബസ് ഈ സാധനം പോവുകയില്ല. പക്ഷെ എൻ്റെ ജോലിക്ക് ആ പ്രശ്നമില്ല. എൻ്റെ ജോലിയിൽ ഒരിക്കലും റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല. ഇന്നലെ ചെയ്ത പണി എനിക്ക് എന്തായാലും ഇന്ന് രാവിലെ ചെയ്യണ്ട. ഇത് ഹെഗല് പറഞ്ഞ പോലെയാണ്, ഹെഗലാന്ന് തോന്നുന്നു, ഫിലോസഫർ ഹെഗല് പറഞ്ഞ പോലെ നോബഡി ക്യാൻ സ്റ്റെപ്പ് ടോയ്സ് ഇൻ ടു ദ സെയിം റിവർ എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. ഒരിക്കലും ഒരേ പുഴയിലേക്ക് 2 വട്ടം കാല് വെക്കാൻ പറ്റില്ല. പറ്റുമോ? ഒരേ പുഴയിലേക്ക് 2 വട്ടം കാല് വെക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം പുഴ ഒഴുകി പോയില്ലേ. അപ്പം ഉണ്ടായിരുന്ന വെള്ളം ഒഴുകി പോവുകയും പുതിയ വെള്ളം വരികയും ചെയ്തു എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻഡസ്ട്രി. എൻ്റെ ജോലിയിൽ ഞാൻ ഇപ്പോഴും ഹാപ്പി ആവുന്നത് അതെന്നെ ചലഞ്ച് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ ഫെബ്രുവരി 4-ാം തീയതി, അതായത് അടുത്ത ചൊവ്വാഴ്ച, എനിക്ക് ഒരു പ്രസൻറ്റേഷൻ കൊടുക്കാനുണ്ട് ബാംഗ്ലൂർ. കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ ഏകദേശം 1000-ഓളം പേജ് ഞാൻ ഈ സബ്ജക്റ്റിൻ്റെ റിസർച്ച് ഡോക്യുമെൻ്റ് മാത്രം വായിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ചിന്തിക്കാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എന്നോടൊരിക്കൽ ഒരു രസകരമായ കഥ പറയാം. എന്നോടൊരിക്കലൊരു ജി നിങ്ങൾക്ക് അറിയായിരിക്കും, ജി വേൾഡിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ്. ജിൻ്റെ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാർക്കറ്റിംഗ് ഹെഡ് ഒരിക്കൽ എന്നെ ചലഞ്ച് ചെയ്തു. ഭയങ്കര രസമുള്ള ചലഞ്ചായിരുന്നു. ഞാൻ ജീവിതത്തിൽ ഏറ്റെടുത്ത ഏറ്റവും വലിയ ചലഞ്ചും ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് ഞാൻ ചെയ്ത അഡ്വർടൈസ്മെൻറ്റും ആ ചലഞ്ചാണ്. സോ ഡൽഹിയിൽ ഒരു ഡോക്ടർമാരുടെ മീറ്റിംഗ് നടക്കുന്നു. ഈ ഡോക്ടർമാരുടെ പ്രശ്നം നിങ്ങൾക്ക് അറിയാലോ. ഡോക്ടർമാരുമായിട്ട് ഡീൽ ചെയ്ത് പരിചയമുള്ള ആളുകൾ പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരമാണ്. അത് ഇവിടുത്തെ ഡോക്ടർമാർക്ക് മാത്രമൊന്നുമല്ല, ഇന്ത്യയിൽ എവിടെയും ഡോക്ടർമാർക്ക് ഭയങ്കര അഹങ്കാരമാണ്. എന്നുവെച്ചാൽ അവർ ചിന്തിക്കുന്ന അവരാണ് ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ എന്നാണ്. നമ്മുടെ സൊസൈറ്റി ഉണ്ടാക്കി കൊടുത്തൊരു കുഴപ്പമാണ്. നമ്മുടെ അത്രയും ബുദ്ധിയൊക്കെ തന്നെ അവർക്കുള്ളൂ, അല്ലേ? അവർക്ക് ബുദ്ധി കൂടുതലുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അതിലെ ഏതെങ്കിലും ഡോക്ടറിനെ എതിർത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ അവർക്കൊരു ധാരണയുണ്ട്, ഞങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാരാണെന്നുള്ളത്. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം ഇപ്പോൾ തൽക്കാലം കിട്ടുന്നുണ്ട്. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ എന്നോട് ഈ ജി ഒരിക്കൽ എന്നെ ചലഞ്ച് ചെയ്തു, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒരു ലീഫ്ലെറ്റ് ഇറക്കണം. അതായത് ഒരു A4 ലീഫ്ലെറ്റ് ഇറക്കണം. ആ ലീഫ്ലെറ്റ് ഡോക്ടേഴ്സിന് കൊടുക്കണം. ഒറ്റ ഡോക്ടർ പോലും അത് വലിച്ച് കളയാതെ, പുറത്തിങ്ങനെ നിലത്തിടാതെ, എന്താ പറയുക, കളഞ്ഞിട്ട് പോവാതിരുന്നാൽ നിങ്ങളെ ഞാൻ ഏജൻസി ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. ഇതാണ് എനിക്ക് മുന്നിൽ ഇട്ട ചലഞ്ച്. ഭയങ്കര ടഫാണ്. കാരണം ഒരു ലീഫ്ലെറ്റ്, ഇപ്പം നേരത്തെ വന്നപ്പോൾ നിങ്ങളുടെ ഓർഗനൈസർ എനിക്കൊരു ലീഫ്ലെറ്റ് തന്നു. അതിപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എവിടെ പോയിന്ന് അറിയില്ല. ഉണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പോൾ ആ ലീഫ്ലെറ്റ് ഞാനിപ്പോൾ സ്വാഭാവികമായിട്ട് ആ ലീഫ്ലെറ്റ് കളയും, ഇല്ലേ? അത് ഞാൻ എടുത്തു വെക്കുമോ? എനിക്ക് തോന്നുന്നില്ല എടുത്തു വെക്കുന്നത്. എനിക്ക് എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. അത് തുറന്നു നോക്കിയിട്ട് കളഞ്ഞു. ഇതെന്തായാലും കളയും. എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യും? അപ്പം ഞങ്ങളൊരു ടീമായിട്ട് അന്ന് രാത്രി മുഴുവൻ ഈ ചലഞ്ചിനെ ഞാൻ ഓവർകം ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറേ ഇരുന്ന് ആലോചിച്ച്, ലാസ്റ്റ് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ആലോചിച്ച്, ഇൻഡിവിജ്വലായിട്ട് തലപുകഞ്ഞ് ആലോചിച്ച് ലാസ്റ്റ് ഒരു ഐഡിയ കിട്ടി. ഞങ്ങളൊരു സിമ്പിൾ ടെക്നിക്ക് എടുത്ത് 5 ഓരോ രൂപ തുട്ടെടുത്ത്, 1 രൂപ തുട്ടില്ലേ, എന്താ പറയുക, കോയിൻ. ഈ കോയിൻ എടുത്തിട്ട് ഞങ്ങളൊരു ലീഫ്ലെറ്റിൽ വെറും സാധാരണ കോപ്പി എഴുതി, വാല്യൂ ഫോർ മണി അങ്ങനെ എന്തോ എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ഈ 5 ഓരോ രൂപ കോയിൻ എടുത്തിട്ട് ലാമിനേറ്റ് ചെയ്തു. അതായത് ലീഫ്ലെറ്റിനുള്ള 1 രൂപയുടെ റിയൽ കോയിൻ ലാമിനേറ്റ് ചെയ്ത് വെച്ചു. നമ്മുടെ ഇന്ത്യക്കാരെന്നല്ല, ലോകത്തൊരാളും കോയിൻ വലിച്ചെറിയൂല. അറിയോ? 1 രൂപ ഇവിടെ നിന്ന് ആരും താഴോട്ട് എറിയൂല. അതിനിപ്പോൾ എന്ത് വന്നാലും നിങ്ങൾക്ക് ഈ സാധനം വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാൻ പറ്റില്ല. പറ്റുമോ? ഒരു കോയിൻ വലിച്ചെറിയാനുള്ള മനസ്സ് ലോകത്ത് ഒരാൾക്കും ഉണ്ടാവില്ല. അത് നമ്മളുടെ സോഷ്യൽ ആയിട്ടുള്ള ഒരു തോട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു പേടിയാണ്. ഞാൻ പൈസ വലിച്ചെറിഞ്ഞാൽ ഞാൻ ലക്ഷ്മിയാണ് വലിച്ചെറിയുന്നത്, ഞാൻ എൻ്റെ സമ്പാദ്യമാണ് വലിച്ചെറിയുന്നത്, എനിക്ക് തിരിച്ചടിക്കുമെന്നൊരു പേടി ഉള്ളിടത്തോളം കാലം എൻ്റെ പോക്കറ്റിലുള്ള 1 രൂപ ഞാൻ പുറത്തേക്ക് എറിയൂല. ഞങ്ങൾ ഈ സാധനം പ്രിൻ്റ് ചെയ്ത് 5 കോയിൻ 1000 ലൂഫെറ്റാണ് അടിച്ചത്. 5 കോയിന് 5000 രൂപ, ഒരെണ്ണം ലാമിനേറ്റ് ചെയ്യാൻ 4 രൂപ, ടോട്ടൽ 20,000 രൂപ സ്പെൻഡ് ചെയ്ത് ഈ സാധനം ഞങ്ങൾ അവിടെ കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. ഇവൻ്റ് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാ വേസ്റ്റ് ബാസ്ക്കറ്റും തപ്പി. ഒറ്റൊരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ പോലും ഈ ലീഫ്ലെറ്റ് ഉണ്ടായിട്ടില്ല. അന്ന് വൈകുന്നേരം ഞാൻ ജിക്കാരുടെ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്ത്, ഇതാ ഞാൻ നിങ്ങൾ പറഞ്ഞ ചലഞ്ച് ജയിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഒരാൾക്കും ഇത് എറിയാൻ പറ്റില്ല. ഇനി അവർക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്നത് പൊളിക്കണം. ഇവർക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഈ സാധനം പൊളിച്ചിട്ട്, ഈ ലാമിനേഷൻ പൊളിച്ചിട്ട് അതിനുള്ള പൈസ പോക്കറ്റിലിട്ട് ഈ സാധനം എറിയണം.
പക്ഷെ ലാമിനേഷൻ പൊളിക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. ഞങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ലാമിനേറ്റ് ചെയ്യും. ഈ സാധനം പൊളിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇരുന്ന് പൊളിക്കണം, അത് മാന്തണ്ടേ. നിങ്ങൾ ലാമിനേഷൻ പൊളിക്കാൻ നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലാമിനേഷൻ പൊളിക്കാൻ കഴിയില്ല. പിന്നെ ഈ കോൺഫറൻസിനിടയ്ക്ക് ഇരുന്ന് പൊളിക്കാനൊന്നും ആരും നിൽക്കില്ല. അവർ സ്വാഭാവികമായിട്ട് ഈ പൈസ ഉള്ളതുകൊണ്ടാണ് ഇത് ബാഗിൽ വെച്ചിട്ട് എല്ലാവരും കൊണ്ടുപോയി. ഞങ്ങൾ ജീൻ്റെ ഒഫീഷ്യൽ ഏജൻസിയുമായി. ഇവിടെയും നമ്മൾ ചിന്തിക്കുന്ന റൂട്ട്, ഇതിൽ ചലഞ്ചിനെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ നേരെ പോയിട്ട് ഇതിനൊരു ഫ്ലയർ അടിച്ച് കോപ്പി അടിച്ച് ജയിക്കാനൊക്കെ നോക്കി നമ്മൾ തോക്കുമായിരുന്നു. അതിനകത്ത് എന്ത് കോപ്പി എഴുതിയാൽ ആളെ എറിയും ഇല്ലേ. ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് പൈസ ഉള്ളിൽ വെച്ചാൽ എറിയില്ല എന്ന് പറയുന്ന ഒരു ലോജിക്കിലേക്ക് നമ്മൾ എത്തണം. ഇതെവിടുന്നാ മനസ്സിലാവുക വെച്ചാൽ നമ്മൾ സാധാരണക്കാരുടെ കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ ഇല്ലേ. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 1 രൂപ പോലും ആരും എറിയാറില്ല എന്ന് മനസ്സിലാക്കാവുന്ന ഒരു കോമൺ സെൻസിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവുന്നത്. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളുടെ ടോപ്പിക്കിൽ, എൻ്റെ ടോപ്പിക് എത്ര പേർക്ക് അറിയാമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, വലിയ പ്രസക്തിയൊന്നുമില്ല. ഇതാണ് ദി ആർട്ട് ആൻഡ് സയൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് ഞാൻ പറയും. ഇതാണ് ഇതിൻ്റെ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. വളരെ സിമ്പിളാണ്. പക്ഷേ ഈ ആർട്ട് ആൻഡ് സയൻസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുള്ളൂ. എല്ലാവരും വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഭാഷയെ ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്സ് ആവാം. അതിൻ്റെ ഓരോ ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റും ഇതാകാം എങ്കിൽ പോലും ലിറ്ററേച്ചർ സ്റ്റുഡൻസിൻ്റെ 1% പോലും എന്തിലേക്ക് വരില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രശ്നമുണ്ട്, കച്ചവടം തെറ്റും, സാഹിത്യം എന്തുവാണ്? മഹത്തായ കാര്യമാണ്. സാഹിത്യകാരൻ മഹത്തായ ആളും കച്ചവടക്കാരൻ ആരുമാണ്? മോശക്കാരനുമാണ് അല്ലേ. അതുകൊണ്ടാണ് ഷേക്സ്പിയറിന്റെ മഹാനായിട്ടുള്ള ആളും നമ്മൾ കച്ചവടത്തിലെ ഏറ്റവും നല്ല ആളുകളെ പോലും ഭീകരന്മാരുമായിട്ട് ചിത്രത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ചരിത്രത്തിലെ നിങ്ങൾ ചരിത്രം പഠിച്ചപ്പോൾ ഏതെങ്കിലും കച്ചവടക്കാരനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ചരിത്ര പുസ്തകത്തിൽ ഏതെങ്കിലും ഇൻഡസ്ട്രിയലിസ്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ഇൻഡസ്ട്രിയലിസ്റ്റുകളാണ് ലോകത്തെല്ലാം ഉണ്ടാക്കിയത് അല്ലേ. ആദ്യത്തെ ലൈറ്റ് ഉണ്ടാക്കിയത് ജി എന്ന് പറയുന്ന കമ്പനിയാണ്. അവർ ബൾബ് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ നമുക്ക് വെളിച്ചം കണ്ട് പഠിക്കാൻ പറ്റുമായിരുന്നു. നമുക്ക് സാഹിത്യം വായിക്കണം എന്നുണ്ടെങ്കിൽ രാത്രി ലൈറ്റ് വേണ്ടേ. ഞാനൊന്നും ജനിച്ച കാലത്ത് എൻ്റെ നാട്ടിൽ എന്തില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. മണ്ണെണ്ണ വിളക്കിലിരുന്ന് പഠിച്ച ഒരു കാലമുണ്ട്. ഇപ്പൊ മണ്ണെണ്ണ വിളക്കിൽ പഠിക്കാൻ പറ്റുമോ? അപ്പൊ ആരാണ് വലിയ ആള്? ഷേക്സ്പിയർ ആണോ? തോമസ് ആൽവ എഡിസൺ ആണോ? ഇത് വിറ്റ ജി ആണോ? തോമസ് ആൽവ എഡിസൺ ഇത് ഉണ്ടാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് സംഭവം നടക്കുമെന്നില്ല. അങ്ങനെ പല കണ്ടെത്തലുകളും ലോകത്ത് നടന്നിട്ടുണ്ട് ഇല്ലേ. ആപ്പിളിന്റെ മുമ്പേ സ്മാർട്ട് ഫോൺ ഉണ്ടാക്കിയിട്ടുണ്ട് IBM. അറിയാലോ. ലോകത്തെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ ആപ്പിൾ ഉണ്ടാക്കിയൊന്നല്ല. ലോകത്തിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ ഉണ്ടാക്കുന്ന IBM ആണ്. എന്നിട്ട് അവർ പോക്കറ്റിൽ വെച്ച് IBM ഫോൺ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വെച്ച് ആർക്കും കൊടുത്തില്ല. ആപ്പിളുകാരെ സ്മാർട്ട് ഫോൺ ഉണ്ടാക്കിയിട്ട് വിറ്റു. അപ്പം നിങ്ങളുടെ കയ്യിലും സ്മാർട്ട് ഫോൺ കിട്ടി. നിങ്ങൾക്കിപ്പോൾ ഗൂഗിൾ പേ ചെയ്യാം അല്ലേ. ലോകത്ത് ഡിജിറ്റൽ റെവല്യൂഷൻ ഉണ്ടാക്കിയതാരാ? ആരാണ് ഇപ്പൊ കാണുന്നത്? ഇപ്പം നിങ്ങൾ ജീവിക്കുന്ന വലിയ ടെക്നോളജി കാലഘട്ടത്തിലാണ്. ആരാണ് ലോകത്ത് ഡിജിറ്റൽ റെവല്യൂഷൻ ഉണ്ടാക്കിയത്? ഞാനിത് പല സ്ഥലത്തും പറയാറുള്ള കാര്യമാണ്. എനി ഗസ്? ലോകത്ത് ഡിജിറ്റൽ റെവല്യൂഷൻ ഉണ്ടാക്കിയതാരാ? ഇപ്പൊ നമ്മൾ കാണുന്ന ഡിജിറ്റൽ റെവല്യൂഷൻ ഉണ്ടല്ലോ, പോക്കറ്റിൽ ബാങ്ക് വേണ്ട, ക്യാഷ് വേണ്ട, ഗൂഗിൾ വേണ്ട, ടെക്സ്റ്റ് ബുക്ക് വേണ്ട, എല്ലാത്തിനും ഒരു ഫോണ് മതി. ഈ റെവല്യൂഷൻ ഉണ്ടാക്കിയതാരാ? ആപ്പിളാണോ? മൈക്രോസോഫ്റ്റ് ആണോ? ഇവരാരുമല്ല. ലോകത്ത് ഇത്തരത്തിൽ ടെക്നോളജി റെവല്യൂഷൻ ഉണ്ടാക്കിയത് ഇന്റൽ എന്ന് പറയുന്ന കമ്പനിയാണ്. കാരണം വളരെ സിമ്പിളാണ്. മൈക്രോസോഫ്റ്റ് എന്ത് ചെയ്തു? ടെക്നോളജിയെ കണ്ടുപിടിച്ച്, സാധനം കണ്ടുപിടിച്ച്. പക്ഷെ ഇതിനുള്ളിലുള്ള ചിപ്പ് ഉണ്ടാക്കാൻ ഇവർക്ക് ആർക്കും അറിയില്ല. ചിപ്പ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവർ ഒരു ചിപ്പ് ഒരു സമയത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ചിപ്പ് 1 2 എണ്ണം പോരാ, ലക്ഷക്കണക്കിന് ചിപ്പുകൾ സെക്കൻഡുകളിൽ ഉണ്ടായാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? കമ്പ്യൂട്ടർ നിങ്ങളുടെ വീട്ടിലെത്തുള്ളൂ. അത്രയും ചിപ്പ് ഉണ്ടാക്കണം. ഈ സ്പീഡ് ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. ആപ്പിൾ ചിപ്പ് ഉണ്ടാക്കാൻ നോക്കി. ആപ്പിളിന് വാശിയായിരുന്നു ഞങ്ങൾക്ക് സ്വന്തം ചിപ്പ് ഉണ്ടാക്കണമെന്ന്. സ്റ്റീവ് ജോബ്സ് കട്ടയ്ക്ക് തീരുമാനിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒറ്റയ്ക്ക് ചിപ്പ് ഉണ്ടാക്കിയിട്ട് കമ്പ്യൂട്ടർ ഇറക്കുള്ളൂ, ഫോൺ ഇറക്കുള്ളൂ. ലാസ്റ്റ് സ്റ്റീവ് ജോബ്സ് പരാജയപ്പെട്ടു. സ്റ്റീവ് ജോബ്സിന് ഒരിക്കൽ പോലും ചിപ്പ് ഇറക്കാൻ പറ്റിയില്ല.
അപ്പൊ ആൻഡി ഗ്രോവ് എന്ന് പറയുന്ന അന്ന് ഇന്റലിന്റെ CEO ആയിരുന്ന ആൻഡി ഗ്രോവ് ആണ് ലോകത്ത് ആദ്യമായിട്ട് ചിപ്പിനെ മാനിഫോൾഡ് ആയിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ചിപ്പ് ഒരു ദിവസം ഇറക്കാമെന്ന് കണ്ടുപിടിച്ച ആൻഡി ഗ്രോവ് ആണ്. ആൻഡി ഗ്രോവ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ലോകം ഇന്ന് കാണുന്ന തരത്തിൽ ടെക്നോളജി റെവല്യൂഷൻ ഉണ്ടാവുമായിരുന്നില്ല. ഇപ്പോഴും നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ നമ്മൾ ആൻഡി ഗ്രോവിനെ കുറിച്ച് പറയില്ല, നമ്മൾ ബിൽഗേറ്റ്സിനെ കുറിച്ച് പറയും, നമ്മൾ സ്റ്റീവ് ജോബ്സിനെ കുറിച്ച് പറയും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വലിയ മണ്ടന്മാരാണ്. നമ്മൾ പല കാര്യങ്ങളുടെയും പകുതി ഭാഗം മാത്രം കാണുന്ന ആളുകളാണ്. അപ്പൊ ഇത് വളരെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ വായന, നമ്മൾ സാഹിത്യം പഠിക്കുമ്പോൾ, ഞാൻ സാഹിത്യം പഠിച്ചതിൽ ആകെ ഹാപ്പിയായ ഒരേ ഒരു കാര്യം സാഹിത്യം എന്നെ വായന പഠിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ്. അല്ലേ? എന്തിനാ സാഹിത്യം പഠിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കും. എന്തിനാണ് സാഹിത്യം പഠിക്കുന്നത്? എന്തിനാണ് ലോകത്ത് സാഹിത്യങ്ങൾ? കച്ചവടം എന്തിനാന്ന് എനിക്ക് ഉറപ്പാണ്, ഒരു സംശയമില്ല. കച്ചവടം ഇല്ലാണ്ട് ലോകത്തിന് ഒരു സെക്കൻഡ് പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. വേറെ എന്തുമില്ലാതെ ലോകത്തിന് ജീവിക്കാൻ പറ്റും. പക്ഷെ ഇഫ് ദർ ഇസ് നോ ട്രേഡ് ദർ ഇസ് നോ വേൾഡ്. ഒരാൾ മറ്റൊരാൾക്ക് വിൽക്കുന്നതാണ് ലോകം. ആദ്യത്തെ ആള് മുതൽ അവസാനത്തെ ആള് വരെ വിറ്റിട്ടുണ്ട്. നിങ്ങൾ ആദത്തിന്റെയും ഹൗവയുടെയും കഥ എടുക്കുകയാണെങ്കിൽ ആപ്പിള് പൊട്ടിച്ച് ഹൗവയ്ക്ക് വിറ്റതാണ്. തിരിച്ചെന്താ വാങ്ങിയെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും അവിടെ കച്ചവടം നടന്നിട്ടുണ്ട്. ഇല്ലേ? ഇല്ലേ? ഒരാളൊരു ആപ്പിൾ പറിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അവിടെ ഒരു കച്ചവടം നടക്കുന്നുണ്ട്. കച്ചവടമാണ് ലോകത്ത് ആദ്യം ഉണ്ടായത്. അതിന്റെ പിന്നിലെയാണ് സാഹിത്യവും മതവും രാഷ്ട്രീയവും ബാക്കിയൊക്കെ വന്നിട്ടുള്ളത് കച്ചവടത്തിന് ശേഷമാണ്. അതിലെനിക്ക് സംശയമില്ല. പക്ഷെ ലിറ്ററേച്ചർ എന്തിനു പഠിക്കുന്നു? അല്ലെങ്കിൽ എന്തിനു നിങ്ങൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കൊണ്ടുവരുന്നു? എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ലിറ്ററേച്ചർ പഠിക്കുന്നത്? അല്ലേ? ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ലിറ്ററേച്ചർ വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? വേസ്റ്റ് അല്ലേ? ടെക്നോളജി പഠിക്കാം, സയൻസ് പഠിക്കാം, മാത്സ് പഠിച്ചാൽ ഗുണമുണ്ട്. 1, 2, 3 അറിയാം. അല്ലേ? സയൻറ്റിസ്റ്റ് എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ സയൻസ് പഠിച്ചൊരു കാര്യമുണ്ട്, ശാസ്ത്രം പഠിച്ചൊരു കാര്യമുണ്ട്, മാത്സ് പഠിച്ചൊരു കാര്യമുണ്ട്. പക്ഷെ ലിറ്ററേച്ചർ എന്തിനു പഠിക്കുന്നു? ലിറ്ററേച്ചർ പഠിക്കുന്നത് എമ്പതി ക്രിയേറ്റ് ചെയ്യാനാണ് എന്നാണ് പൊതുവെ പറയുന്നത്. വേറൊരാളുടെ ഇമോഷൻ നമുക്ക് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ലിറ്ററേച്ചർ എന്ന് ലിറ്ററേച്ചർ പഠിക്കുന്നതിനെ കുറിച്ച് ക്രിട്ടിക്സ് പറയും. വേറെ സൊസൈറ്റിയെ മനസ്സിലാക്കുന്നു. ഇപ്പം നിങ്ങൾ ജപ്പാനീസ് സൊസൈറ്റിയിലെ പ്രണയങ്ങൾ എങ്ങനെയായിരുന്നു മനസ്സിലാക്കണേ? മുറക്കാമിയെ വായിക്കണം, വേണ്ടേ? അല്ലെങ്കിൽ 1950കളിലെ അമേരിക്ക എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഓൾ മൈ സൺസ് വായിക്കണം, അല്ലെങ്കിൽ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ വായിക്കണം, വേണ്ടേ? ലുക്ക് ബാക്കിൻ്റെ ആങ്കർ വായിക്കുമ്പോഴാണ് നിങ്ങൾ ഒരു ശുഭത യൗവനം മനസ്സിലാക്കുക. അത് പിന്നീട് അമിതാഭ് ബച്ചൻ്റെ സിനിമകളിൽ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റെസൊനൻസ് കിട്ടും. പക്ഷെ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് എല്ലാ ലിറ്ററേച്ചറും മനുഷ്യനെ മനസ്സിലാക്കാനുള്ള സാധനമാണെങ്കിൽ, ഒരു കൊമേഴ്ഷ്യൽ ആർട്ട് മനുഷ്യനെ മനസ്സിലാക്കുന്നിടത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കലയാണ്. അത് ഭയങ്കര രസമുള്ളൊരു പണിയാണ്. ഒട്ടും ബോറില്ലാത്ത, നമുക്ക് എൻജോയ് ചെയ്യാവുന്ന ഒരു പണിയാണ്. അതിന് വലിയ ജോബ് സാധ്യതയുണ്ട്. അത് ലോകത്തിൻ്റെ വലിയൊരു ആവശ്യമാണ്. കാരണം നിങ്ങൾ ഓരോ ആളും ജീവിക്കുന്നത് വേറൊരാൾ നടത്തുന്ന കച്ചവടം കൊണ്ടാണ്. ഒരിക്കലും ചിന്തിക്കരുത് ആരോ നടത്തുന്ന കച്ചവടത്തിൻ്റെ ഒരു ഭാഗത്താണ് നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക. അല്ലേ? നിങ്ങൾക്ക് വീട്ടിൽ അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ ശമ്പളം കിട്ടുന്നതുകൊണ്ടാണ് നിങ്ങൾ ചോറുണ്ണുന്നത്. അച്ഛൻ ശമ്പളം കിട്ടുന്നത് അച്ഛൻ ഏതോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അച്ഛൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് ഏതോ ഒരു പൊട്ടൻ ഒരു കമ്പനി തുടങ്ങിയതുകൊണ്ടാണ്. ആ പൊട്ടൻ്റെ ബിസിനസ് സുഖമായിട്ട് പോകുന്നതുകൊണ്ടാണ് അച്ഛന് ശമ്പളം കിട്ടുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കഞ്ഞി കുടിക്കുന്നത്. അതുകൊണ്ട് ബിസിനസ്സിന് ഒരു സെക്കൻഡ് പോലും മോശമായി കാണരുത്. ലോകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനം കച്ചവടമാണ് എന്ന് മാത്രം പറയാനാണ് 1 മണിക്കൂർ കഷ്ടപ്പെട്ട് ഞാനിവിടെ വന്നത്. നന്ദി. സാറ് പറഞ്ഞിരുന്നുള്ള കോമ്പറ്റീഷൻ ഇൻ ദി ഫീൽഡ് ഓഫ് അഡ്വർടൈസ്മെന്റ് ആയിരുന്നു കുറവാണെന്നുള്ളത്? മാർക്കറ്റിങ്ങോ കോപ്പി റൈറ്റിംഗിൽ മാത്രമാണ് ചാൻസ് വളരെ കുറവാണ്. ഞാൻ ഒരു പഴയ 2 വർഷം മുമ്പ് ഞാൻ ഡിസൈനിങ് ഡിപ്ലോമ എടുക്കുകയും ഇന്റീരിയർ ഡിസൈൻ ഡിപ്ലോമ എടുക്കുകയും 2 വർഷം സ്റ്റോപ്പ് ചെയ്ത ഒരാളാണ്. പിന്നെ ഞാൻ ഇംഗ്ലീഷിൻ്റെ പഠിക്കുന്ന ഒരു സ്ട്രീം മാറിയതാണ്. അപ്പോൾ ആ ഒരു ഫീൽഡിൽ നിന്ന് ഞാനിങ്ങോട്ട് മാറുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള പ്രശ്നം വെച്ചാൽ, ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് കുറച്ചു കാലം ചെയ്തിട്ട് അത് തന്നെയാണ് ഈ 2.5 വർഷം ചെയ്തിട്ടുള്ളത്. ലിറ്ററലി ഡിസൈനിങ്ങിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നല്ലാതെ അതിൽ ഇപ്പുറത്തില്ല.
അപ്പോൾ ഒരു മാർക്കറ്റിംഗ് ഫീൽഡിൽ നിൽക്കുമ്പോൾ പോലും ഇപ്പോൾ ടീച്ചിങ്ങിന് സാറ് പറഞ്ഞു അതൊരു കോൺസ്റ്റന്റ് ആണ് 16 വർഷമുള്ള ഒരു ചേഞ്ച് ഡെവലപ്മെന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ഡിസൈനിങ് മാറിയേക്കാം ഇൻ ദ ഫീൽഡ് ഓഫ് ടീച്ചർ. ഇപ്പോൾ നമ്മൾ അധികം ടീച്ചറാണ് ആവാൻ പോകുന്നത്, ഇവർക്ക് എങ്ങനെ ഒരു ഡെവലപ്മെന്റൽ ഫേസിലേക്ക് എത്താൻ പറ്റും? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ ഈ കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിയിൽ തന്നെ നിങ്ങൾ പറയുന്ന റിപ്പീറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരേ തരത്തിലുള്ള ക്ലയൻറ്റ് മാത്രം ചെയ്യുന്ന ഏജൻസിയിൽ കുടുങ്ങിപ്പോകും. ചെറിയ ഏജൻസികളുണ്ടാവും. ഇപ്പോൾ ടീച്ചിങ്ങിലാണെങ്കിൽ ടീച്ചിങ്ങിൽ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് ടീച്ചിങ് കൊണ്ടുപോകാം ഇല്ലേ? ഓരോ ദിവസം പുതിയ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ പുതിയ സാധനം കുട്ടികളുടെ ഇടയിൽ കൊണ്ടുവരാം. ഞാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഇപ്പോൾ ഞാനിവിടെ വന്ന് നിൽക്കുന്ന ഓരോ കുട്ടിയെയും സൊസൈറ്റിയുടെ ഒരു മേജർ ആവശ്യത്തിനുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ കോളേജുകളുടെ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ കോളേജ് സമരമില്ല എന്നുള്ള വലിയൊരു ഗുണമാണ്, പക്ഷേ വലിയ പ്രോബ്ലമാണ് സമരമില്ല. കാരണം സമരം ഒരു പ്രതിഷേധ മാർഗ്ഗമാണ്. നിങ്ങൾ യുവാക്കളായിരിക്കുമ്പോൾ നിങ്ങൾ പ്രതിഷേധിക്കുന്ന ഒരു രീതിയാണത് അല്ലേ? സമരത്തിന്റെ കാരണം എന്തോ ആവട്ടെ, ഹോംവർക്ക് ആയിരിക്കും ഒരു പക്ഷേ കാരണം. പിന്നെ വേറൊരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം നിങ്ങളൊന്ന് നോക്കി നോക്കുക, നിങ്ങളുടെ എത്ര പേര് ഇപ്പം ഞാൻ പണ്ട് ഓപ്പൺ ആയിട്ട് പറയാം, നിങ്ങൾ കൂക്കരുത് പ്ലീസ്. ഞാൻ പണ്ട് ദേവഗിരിയിൽ പഠിക്കുന്ന കാലത്ത് എന്നോടൊരു പ്രസംഗം പറയാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ പ്രസംഗിക്കും. അപ്പോൾ അന്ന് എന്നോട് ഇൻ്റർസോണിൽ ആ വർഷം എനിക്ക് ഇൻ്റർസോണിൽ ഫസ്റ്റ് കിട്ടിയ സമയത്ത് കോളേജിലൊരു പ്രസംഗം പറയാൻ പറഞ്ഞു. സത്യം പറയാലോ, മമ്പം കൂക്കലിൻ്റെ ശക്തി കൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കില്ല. അപ്പം എനിക്ക് വാശിയായി. നിങ്ങൾ കൂക്കൽ നിർത്തുന്നവരെ ഞാൻ പ്രസംഗിക്കും. അങ്ങനെ ഉണ്ടല്ലോ, ഒന്നല്ലെങ്കിൽ കൂക്കി എന്നെ തോപ്പിക്കണം. നിങ്ങൾ കൂക്കും, ഞാൻ കേൾക്കും, ഞാൻ ഉറപ്പായിട്ട് പ്രസംഗിക്കും. നിങ്ങൾ കൂക്കൽ നിർത്തുന്നവരെ ഞാനും നിർത്തൂല. സോ അതൊരു ഭയങ്കര വൈബ്രൻറ്റ് സൊസൈറ്റിയാണ്. ഇപ്പോഴത്തെ പല കോളേജുകളിലും ഞാൻ കാണുന്നൊരു പ്രശ്നം വെച്ചാൽ കുട്ടികളല്ല നയിക്കുന്നത്, ടീച്ചേഴ്സാണ്. സത്യത്തിൽ ടീച്ചേഴ്സിന് സെക്കൻഡറി റോളേ ഉള്ളൂ. സ്റ്റുഡൻസ് ആണ് ആക്ച്വലി മുന്നോട്ട് വരേണ്ടത്. ഇപ്പോഴത്തെ ഞാൻ ഈ കോളേജുകളിൽ ചില കോളേജുകളിൽ തന്നെ കൺസൾട്ട് ചെയ്യാൻ വിളിക്കാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുന്ന സമയത്ത് എനിക്ക് മനസ്സിലാച്ചാൽ ടീച്ചേഴ്സിന് ഭയങ്കര റോളാണ്. സത്യത്തിൽ ഞങ്ങളൊന്നും പഠിക്കുന്ന കാലത്ത് ടീച്ചേഴ്സിന് റോളൊന്നുമില്ല. ടീച്ചേഴ്സ് എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് വെച്ചാൽ അവർ ആ മൂലക്കിരിപ്പുണ്ടാവും, ബാക്കി ചെയ്യുന്നതൊക്കെ കുട്ടികൾ. ഈ ഇസ എന്നെ ടീച്ചറല്ല വിളിക്കേണ്ടത്, എന്നൊരു കുട്ടിയാണ് വിളിക്കേണ്ടത് അല്ലേ? ഒരു ഗസ്റ്റ് എന്നുള്ള നിലയിൽ എന്നെ കണ്ടെത്തേണ്ടതും എന്നെ ഇവിടെ വിളിച്ചു കൊണ്ടുവരേണ്ടതും കുട്ടികളാണ്. അപ്പോഴാണ് ഈ നടത്തുന്ന പരിപാടിക്ക് എന്തെങ്കിലും ഗുണമുള്ളൂ. ടീച്ചർക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ടീച്ചർ 10-25 വയസ്സുള്ള ടീച്ചർ ചെയ്യുന്നതിൽ ഞാൻ യാതൊരു തരത്തിലുള്ള ഇതും കാണുന്നില്ല. പക്ഷെ ഇവിടുത്തെ കുട്ടികളാണ് ഇത് നടത്തുന്നതെങ്കിൽ നമ്മളെ വിളിക്കുന്നത്, ആളെ ഐഡന്റിഫൈ ചെയ്യുന്നത്, സബ്ജക്റ്റിന്റെ ഡിസിഷൻ, ഇതൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ടീച്ചേഴ്സിനെയാണ് നമുക്ക് സത്യം പറഞ്ഞ ആവശ്യം. അങ്ങനെ ടീച്ചേഴ്സ് മാറി ചിന്തിച്ചാൽ കുട്ടികൾ മാറും. അത് ഭയങ്കര എളുപ്പമല്ല. നിങ്ങൾ ഇവരൊക്കെ പറഞ്ഞ ടീച്ചേഴ്സ് പറയുന്ന കുട്ടികളുടെ കുഴപ്പമാണ് ആണോ? ടീച്ചേഴ്സിന്റെ കുഴപ്പമാണോ കുട്ടികളുടെ കുഴപ്പമാണോ? ആണോ? ടീച്ചേഴ്സ് പറയുക കുട്ടികളുടെ കുഴപ്പമാണ്, കുട്ടികൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല എന്നാ. അങ്ങനെയുണ്ടോ? ഉണ്ടോ? അങ്ങനെയുണ്ട്. കുട്ടികൾ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ടീച്ചേഴ്സ് പറയുന്നത്. ഞാൻ പല ടീച്ചേഴ്സിനോട് ഇക്കാര്യം സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ ടീച്ചേഴ്സിന്റെ ആകെയുള്ള റോൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ നമ്മുടെ ടീച്ചേഴ്സ് ഇപ്പം, എനിക്കറിയില്ല, ഞാൻ ടീച്ചർ കമ്മ്യൂണിറ്റിയെ കുറ്റം പറയല്ല, പക്ഷെ ഞാൻ ടീച്ചേഴ്സിനിടെ കാണുന്നത്, ഞാനിത് സ്ഥിരമായി എൻ്റെ വീട്ടിലൊക്കെ കേൾക്കുന്നതുകൊണ്ടാണ് എനിക്കിത് അറിയുന്നത്. വീട്ടിൽ വൈഫ് ടീച്ചർ ആയതുകൊണ്ട് ഈ കോളേജിലെ കഥ എനിക്ക് സ്ഥിരമായിട്ട് അറിയാം. കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ടീച്ചേഴ്സ് പരാജയപ്പെടുന്നത്. അതിന് നിങ്ങൾ ടീച്ചേഴ്സ് ശ്രമിച്ചാൽ ടീച്ചിങ് ഇന്നോവേറ്റീവ് ആവും. അതിനെങ്ങനെ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യം. എല്ലാ പണിയും കുട്ടികളുടെ തലയിലുണ്ട്. പഠിക്കേണ്ടത് ക്ലാസ്സിൽ കയറി പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. പുസ്തകം വായിച്ച് പഠിച്ചാൽ മതി, ലിറ്ററേച്ചർ ആവുമ്പോൾ പോരെ. ആരാ ക്ലാസ്സിൽ കയറുക? ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നാളെ പോലെ ക്ലാസ്സിൽ കയറാതിരിക്കരുത്. നിങ്ങളുടെ സാറുമാർ വിചാരിക്കും ഇവനെ വിളിച്ചതുകൊണ്ട് കുടിക്കല്ലോ. താങ്ക് യു. അതിൻ്റെ ഒരു സബ് ഫാക്ടർ ആക്കിയിട്ട് ചോദിക്കുന്നത്, അപ്പം ഞാൻ സാറ് പറഞ്ഞല്ലോ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ പുതിയതാവും. അത് വെച്ച് നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ടീച്ചേഴ്സായി നിൽക്കാമെന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നമ്മളെ സിസ്റ്റത്തിന് പ്രശ്നം ആയിരിക്കാനാണ് സാധ്യത. കാരണം സിസ്റ്റത്തിൽ നമുക്ക് പോർഷൻ തീർക്കണം, ലിമിറ്റഡ് ടൈം, ഇതിൻ്റെ അകത്ത് തീർക്കുന്ന ഇടയിൽ നമ്മൾ അപ്ഡേഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ നമ്മളെ സിലബസ് ഫിൽ ആവില്ല. അപ്പോൾ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു, ഇതിന്റെ ആക്ച്വലി പ്രോബ്ലം ഇവിടെ ഒന്നല്ല നിൽക്കുന്നത്. ഇതിന്റെ ആക്ച്വൽ പ്രോബ്ലം നിൽക്കുന്നത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ എങ്ങനെയാണ് 99.9% ജയം ഉണ്ടാവുന്നത്. ഞാൻ പഠിക്കുന്ന കാലത്ത്, ഞാൻ SSLC എഴുതുന്ന കാലത്ത് കേരളത്തിൽ 16% SSLC വിജയം. അതായത് 100ൽ 16 പേരെ SSLC ജയിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഇവിടെ കൂലിപ്പണി എടുക്കാനും ചായക്കട നടത്താനും ഒക്കെ പോയിട്ടുള്ള ആളുകൾ. അത്രേ ആവശ്യമുള്ളൂ. ഈ 16% ആളുകളെ ഇവിടെ SSLC ജയിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലേ? ഞാൻ പഠിച്ച കാലത്തുള്ളതിനേക്കാൾ ബുദ്ധി ഇപ്പോൾ കൂടിയിട്ടൊന്നുമില്ല. ഐ ഡോണ്ട് എഗ്രി വിത്ത് ദാറ്റ് പോയിന്റ്. ഇപ്പോൾ ബുദ്ധി കൂടിയുണ്ടെന്നല്ല കൂടുതൽ പേരെ SSLC എക്സാം ജയിക്കുന്നത്. നമ്മൾ ജയിപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ജയിപ്പിക്കുകയാണ്.
SSLC ജയിക്കുന്നു, ഡിഗ്രി അതേപോലെ മാർക്ക് വാരിക്കോരി കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ സ്റ്റേറ്റ് കലോത്സവം വരുമ്പോൾ എല്ലാവർക്കും A+ കിട്ടുന്നു, A ഗ്രേഡ് കിട്ടുന്നു. ഇത് ഇട്ട് കൊടുക്കുന്നതാണ്. നമ്മുടെ ക്വാളിറ്റി കൂടുകയല്ല ചെയ്യുന്നത്, നമുക്കെല്ലാവരെയും ജയിപ്പിക്കണമെന്ന് വാശിയുള്ളതുകൊണ്ട് നമ്മളെല്ലാവരെയും ജയിപ്പിക്കുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. നമ്മൾ തോൽപ്പിക്കാൻ തയ്യാറാവണം. നമുക്ക് ഒരു 30% ജയം മതി, പോരെ? 30% ജയം പോരെ? എന്തിനാണ് ഈ 90% ആളുകൾ ജയിക്കുന്നത്? എല്ലാവരും എന്തിനാണ് ഡോക്ടറാവുന്നത്? എല്ലാവരും എന്തിനാണ് എഞ്ചിനീയർ ആവുന്നത്? എല്ലാവർക്കും എന്തിനാണ് ഡിഗ്രി? അത് നമ്മുടെ സൊസൈറ്റി, അവിടെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾ മോശമാവുന്നത്. അല്ലാണ്ട് ടീച്ചേഴ്സിന് കുഴപ്പം മാത്രമൊന്നുമല്ല. ക്വാളിറ്റി ഫോക്കസ് ചെയ്യുക. 10 പേര് ജയിച്ചാൽ മതി. 100 പേര് SSLC എക്സാം എഴുതുന്നത് 10 പേര് ജയിച്ചാൽ മതി. 100 പേര് എഴുതണം, 100 പേരും ജയിക്കണമെന്ന് വാശി പിടിക്കേണ്ട ഒരാവശ്യമില്ല. എന്നിട്ട് കുട്ടികൾ സ്വാഭാവികമായിട്ടും കുട്ടികളൊക്കെ മോശമാവും. അപ്പോൾ എന്ത് ചെയ്യും? വാഴപ്പണിക്ക് ആളെ കിട്ടൂല. ഇവിടെ നല്ല പണിക്ക് റോഡ് ഉണ്ടാക്കാൻ ആളെ കിട്ടൂല. റോഡ് ഉണ്ടാക്കണ്ടേ? റോഡ് ഭയങ്കര ക്രിട്ടിക്കലാണ്. റോഡ് ഉണ്ടാക്കാൻ ആൾ വേണം. അപ്പോൾ ബംഗാളിൽ നിന്ന് റോഡ് ഉണ്ടാക്കാൻ ആൾ വരും. ഓട്ടോമാറ്റിക്കലി ഇവിടെ ഉണ്ടാകുന്ന പൈസ ബംഗാളിലേക്ക് പോകും. പണ്ട് ഗൾഫ് ബൂം ഉണ്ടായത്, ഗൾഫിൽ പോയി നമ്മൾ ഇങ്ങോട്ട് പൈസ കൊണ്ടുവന്നിട്ട് ഇവിടെ ഗൾഫ് ബൂം ഉണ്ടായി. ഇപ്പോൾ ബംഗാളിൽ കേരള ബൂം ഉണ്ടായി. നമ്മുടെ കുഴപ്പമാണ്, കാരണം നമ്മളെല്ലാവരും SSLC ജയിപ്പിച്ചു. SSLC ജയിപ്പിച്ചപ്പോൾ ചെയ്ത മണ്ടത്തരം അത്. അപ്പം നമ്മൾ മണ്ടന്മാരാവുന്നത് എല്ലാവരെയും ജയിപ്പിക്കുന്നതുകൊണ്ടാണ്. തോൽപ്പിക്കാൻ നമ്മളെല്ലാവരും തോൽപ്പിക്കണം. ആവശ്യമുള്ള മാത്രം ജയിച്ചാൽ മതി. ഈ പ്രശ്നമൊക്കെ അവിടെ തീരും.